പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഹെറ്ററോജീനിയസ് ഗ്രൂപ്പായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി കേരളത്തിലെ, മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ, ലക്ഷദ്വീപിലെ, മറ്റ് സാർക്ക് രാജ്യങ്ങളിലെ, നോൺ സാർക്ക് രാജ്യങ്ങളിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന 1000 വിദ്യാർത്ഥിനികൾക്ക് കൈത്താങ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സീഡ് ട്രസ്റ്റ് കേരളയുടെ പേരിൽ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എംനോട്ട്സും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള വെബിനാർ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഇത് പലർക്കും ഒരു ആശങ്കയുണ്ടായിരിക്കുമെങ്കിലും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ജിജ്ഞാസ പൊതുവെ ഉണ്ട്. ഇത് ഏകദേശം 15,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എംനോട്ട്സ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ, പ്രത്യേകിച്ച് എംനോട്ട്സ് ഇഗ്നോയിൽക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ ലേണിങ്ങും ഡിസ്റ്റൻസ് ലേണിങ്ങും ശാക്തീകരിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അഡ്മിന്മാരായും കോ അഡ്മിന്മാരായും അതുപോലെ തന്നെ സന്തത സഹചാരികളായും പ്രവർത്തിക്കുന്ന 1000 പേര് നമ്മളുടെ ഇതിലെ എംനോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലെ 3400-ൽ പരം അംഗങ്ങൾ ഉള്ള ഒരു വലിയ ഗ്രൂപ്പാണ്. പക്ഷെ എല്ലാവരും ഒന്നിച്ച് എത്തിപ്പെടാനുള്ള പ്രത്യേക ചില സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസിന്റെ ഇഷ്യൂസസ്, അവരവരുടെ ജീവിതക്രമത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പലരും മീറ്റിങ്ങിൽ കൃത്യമായ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കാറുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ടൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൗ ക്യാൻ ഐ ജോയിൻ ഓർ ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ എങ്ങനെയാണ് എൻ്റെ പഠനം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഓറിയന്റേഷൻ വെബിനാറിലാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഔപചാരികതയുടെ പേരിൽ ഞാൻ ഒരു ചെറിയ ഫോർമാലിറ്റീസ് വരുത്തുന്നു. ഈ യോഗത്തിലേക്ക് സന്നിധരായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ ഗ്രൂപ്പ് അംഗവും അതുപോലെ തന്നെ പുതിയ ഇന്നത്തെ ആദ്യത്തെ മീറ്റിങ്ങിലും പങ്കാളിയും, പക്ഷേ എൻ്റെ നാട്ടുകാരിയുമായിട്ടുള്ള ശ്രീമതി മഞ്ജുള ടീച്ചർ അവർകളെ സ്നേഹപുരസ്സരം സ്വാഗതം സ്പീച്ചിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്ന് ഫേസ് തന്നിട്ട് വന്നാൽ വളരെ നല്ലത് മാം. ഓക്കെ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള എംനോട്ട്സിന്റെ വകയായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും, പുതിയതും പഴയതുമായ എല്ലാ അംഗങ്ങൾക്കും, അഡ്മിൻ മാം സർ പറഞ്ഞു, അഡ്മിൻ മാം അഡ്മിൻസിനും സാറിനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിലേക്ക്. ഒരു സുപ്രധാനമായ ഒരു സംഗതി, ഒരു കീനോട്ട് അഡ്രസ്സിന് വേണ്ടി നമ്മുടെ ദീപിക മാമിനെ സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ്. യെസ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും. അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിനോട് അഡ്രസ് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പൻസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ കുറെ ന്യൂ ഫേസസിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും മീറ്റിംഗിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഇൻഫോർമേഷൻസ് കിട്ടും, കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന്റെ അടുത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പിന്നെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, ഇതിൽ ഈ ഇഗ്നോട്ട്സ് എന്ന ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് തീരെ ഇഷ്ടം ഉണ്ടാവാത്തൊരു ടോപ്പിക്കായിരുന്നു ടീച്ചിങ് എന്നുള്ളത്. അപ്പോ ഇതിൽ ചേരാൻ പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുള്ള ചെറിയൊരു കോൺഫിഡൻസ്, അതിൽ കൂടെ നമുക്കും പഠിക്കാൻ പറ്റുന്നുള്ള ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്ന പോലെ തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും
പുതിയ പുതിയ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, കണ്ടിന്യൂ ചെയ്ത് നോക്കാം എന്തൊക്കെ ടിപ്സ് ആണ് സാർ തരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. താങ്ക്സ്. നല്ല വാക്കുകൾക്ക് 1000 നന്ദി. മിസ് കൃഷ്ണ മുരളി, ഒന്ന് 2 വാക്ക് അനുഭവങ്ങളൊന്ന് പങ്കുവെക്കൂ. ഹലോ. യെസ്, വീഡിയോയിലൊന്ന് വന്നാൽ നല്ലത്. 10 മിനിറ്റ് കഴിഞ്ഞ വീട്ടിലേക്ക് എത്തുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ സംസാരിച്ചോളൂ. ഞാൻ കൃഷ്ണ, MSO ആണ് എന്റെ സബ്ജക്റ്റ്. എല്ലാരെ പോലെയും എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയാതെ ഞാനും എന്റെ സ്റ്റഡീസ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോ PG ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് യൂട്യൂബില് സാറിന്റെ വീഡിയോസ് കണ്ടത്. അങ്ങനെ എന്റെ എല്ലാ സംശയങ്ങൾക്കും ആൻസർ ഉണ്ടായിരുന്നു സാറിന്റെ എല്ലാ വീഡിയോസിലും. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആദ്യം ചേർന്ന് കഴിയുമ്പോൾ ഒത്തിരി സംശയം എല്ലാവർക്കും ഉണ്ടാവും. ID കാർഡ് മുതൽ ഇങ്ങോട്ട് പോകുന്ന എല്ലാത്തിനും സംശയം മാത്രമേ കാണുള്ളൂ. പക്ഷെ എല്ലാത്തിനും ആൻസർ സാറിന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എല്ലാവരും MNotes സബ്സ്ക്രൈബേഴ്സ് ആവുക. ആദ്യം മുതലുള്ള എല്ലാ വീഡിയോസും കാണുക. നമ്മുടെ എല്ലാ ഡൗട്ടിനുള്ള ആൻസറും സാറിന്റെ വീഡിയോസിലുണ്ട്. പിന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സാറിനെ വിളിക്കാവുന്നതാണ്. എല്ലാവരുടെയും ഡൗട്ടിന് സാറിന്റെ കയ്യിൽ ആൻസർ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാ ക്രെഡിറ്റ്സും സാറിന്. അത് വളരെ വലിയ ക്രെഡിറ്റ് ആയി പോയി. ഊർജവും അതിന്റെ ചേരുവയും അളവും എല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്, വിദ്യാർത്ഥിനികളാണ്, ഇഗ്നോയില് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉള്ള ഒരു പഠിതാവും കൂടിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം എന്നോട് ഇത്തിരി പറയുക എന്നുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് പഴയ വിദ്യാർത്ഥികൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജൂലൈ 21 ബാച്ചിലെ കുട്ടികൾ. ആ ജൂലൈ 21 ബാച്ചിലെ കുട്ടികൾ ഇപ്പോഴും വല്ലാത്ത ഒരു ആശങ്കയിൽ നിൽക്കുന്നുണ്ട്, ഒരു മുൾമുനയിൽ. അവർ ഈ മുൾമുനയിൽ നിൽക്കുന്ന വർത്തമാനം കേട്ടിട്ട് ഒരിക്കലും വ്യാകുലപ്പെടരുത്, വിഷമിക്കരുത് പുതിയ കുട്ടികൾ എന്നുള്ളത് പറയാനാണ് ആദ്യം ഞാൻ എന്റെ സമയം വിനിയോഗിക്കുന്നത്. പുതിയ കുട്ടികളെ, അതായത് ജാനുവരി 2022 അഡ്മിഷൻ എടുത്തിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. MNotes ഹെൽപ്പ് ഡെസ്കിലൂടെ ഞാൻ തന്നെ കുറെ കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഏകദേശം 100-ൽ പരം ആളുകൾക്ക്, 120-ൽ പരം പേർ നമുക്ക് ഇന്ന് രജിസ്റ്റർ ചെയ്തെങ്കിലും 100 പേർക്കാണ് ഇതിൽ അക്കോമഡേഷൻ. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ ഈ സെക്കൻഡിൽ നമുക്ക് 34 പേരാണ് ഉള്ളത്. പരിപാടി അവസാനിക്കുന്നതിന്റെ ഉള്ളിൽ അതൊരു 60-ൽ ചെന്ന് അവസാനിക്കും. സാധാരണ രീതി അങ്ങനെയാണ്. പക്ഷെ ഇത് കാണാനും കേൾക്കാനും ആയിരക്കണക്കിന് ആളുകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാ വിദേശത്ത് നിന്ന് നമ്മുടെ മഞ്ജു മാം എത്തിയിട്ടുണ്ട്, ഗൾഫിലാണ്. നമസ്കാരമുണ്ട്, സുഖം? അറിയാൻ കഴിഞ്ഞിപ്പോയോ? സമയം ഞാൻ ദീപിക മിസ് പറഞ്ഞപ്പോഴോ. ശരി, ഓക്കെ. എന്തായാലും ഒരിക്കൽ കൂടി എന്റെ വകയായി ഹൃദയമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കാരണം നമ്മളുടെ ഇന്നത്തെ പരിപാടിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലക്ഷദ്വീപിലെ കുട്ടികളെ ഒരു 4 പേര് ഇന്നത്തെ പ്രോഗ്രാമിലുണ്ട്, ലക്ഷദ്വീപില്. അപ്പോ ലക്ഷദ്വീപിലെ MNotes എത്തുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തില് നമുക്കൊരു ചെറിയ ഒരു അഹങ്കാരം തന്നെയാണ്. വലിയ അഹങ്കാരമല്ല, ഒരു കുഞ്ഞ് അഹങ്കാരം എന്നുള്ള അർത്ഥത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്ന അതേ സംഗതി തന്നെ. ജൂലൈ 21 അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇപ്പോഴും ഇഗ്നോയ് ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് നടത്തി എന്നല്ലാതെ അതിനുശേഷം ക്ലാസുകൾ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിൽ അവർ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ MNotes പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ 1000-ൽ കൂടുതൽ പഠന ഗ്രൂപ്പിൽ മെമ്പർമാരായിട്ടുള്ള ഒരുപാട് പേരും ഉണ്ട്.
3400 പരം വ്യക്തികൾ ടെലഗ്രാം ചാനലിൽ എംനോട്സിന്റെ ടെലഗ്രാം ചാനലിലും പഠന ഗ്രൂപ്പിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ അവരെ വിഷമിപ്പിക്കരുതല്ലോ എന്നുള്ള ആ ഒരു നല്ല അർത്ഥത്തിൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള ആ ആപ്തവാക്യം ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മീറ്റിംഗിന്റെ ടൈറ്റിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക, ഹൗ ക്യാൻ ഐ സ്റ്റഡി. സാധാരണ ലേണിംഗ് എന്നുള്ള പദമാണ് മുബാറക് മാഷ് ഉപയോഗിക്കുക. ഇന്ന് സ്റ്റഡി എന്നുള്ള ഒരു നോർമൽ ടേം ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ക്യാൻ ഐ സ്റ്റഡി ടു ഇഗ്നോ. ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളുടെ മുമ്പിൽ ഗുരുക്കന്മാരില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്. ജനുവരി 2022 കുട്ടികളും ഇതൊക്കെ ഒന്ന് തയ്യാറാകണം, മനസ്സുകൊണ്ട് ഇതൊക്കെ തയ്യാറാകണം. ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെ ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? സമയത്തിന്റെ വഴിക്ക് കൃത്യമായി പോവുക തന്നെ ചെയ്യും. സമയത്തിന്റെ വഴിക്ക് സമയം കൃത്യമായി പോകും. അത് ആരെയും കാത്തു നിൽക്കില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. NUN അല്ലട്ടോ, NONE. അത് ആരെയും കാത്തു നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ സംഘടിപ്പിക്കുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്നത് കുട്ടികൾക്ക് കൈത്താങ്ങ് കിട്ടട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഒരൊറ്റ മിനിറ്റ്. ഹലോ, ഇട്ടിട്ടുണ്ട് മോനെ, ഉണ്ട്, ടെലഗ്രാമിലുണ്ട്. അപ്പോ വളരെ ആഴത്തിൽ കുട്ടികൾക്ക് അഥവാ പഠിതാക്കൾക്ക് കൈത്താങ്ങ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ഉള്ള ഈ പാൻഡമിക് സിറ്റുവേഷൻ കാരണം നമ്മൾ ഒരിക്കലും ഒരു സ്റ്റഡി സെന്ററിനെ കുറ്റം പറയാൻ നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട എംനോട്സിലെ ചങ്ങാതിമാർ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചോട്ടെ, എംനോട്സിലെ ചങ്ങാതിമാർ സ്റ്റഡി സെന്ററിനെ കുറ്റപ്പെടുത്തരുത്. കാരണം ഇപ്പോഴും തന്നെ ആ ബാച്ച്, നേരത്തെ ഞാൻ പാച്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു, PATCH, ആ പാച്ചിലൂടെ സോൾവ് ചെയ്ത് ഒരു ബാച്ചായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ ബാച്ചിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നതിലൂടെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ചെറിയ തരത്തിൽ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ, അസൈൻമെന്റ് കൃത്യമായി നെറ്റിൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു, പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഇടയ്ക്ക് ഓമിക്രോണിലൂടെ ഇന്ത്യയിൽ മൊത്തം വല്ലാത്ത ഒരു വ്യാപനം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. കേരളത്തിലും അതിന്റെ തരംഗം ഏറ്റവും വലിയ ലെവലിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ ഒരു ചെറിയ അടച്ചുപൂട്ടൽ, ഞായറാഴ്ചകളിലെ അടച്ചുപൂട്ടലിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്തു. പരീക്ഷ ഇഗ്നോ പോസ്റ്റ്പോൺ ചെയ്തു. പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തത് സത്യത്തിൽ ഡിസംബർ 2021 നടക്കേണ്ട പരീക്ഷയെ ആദ്യം ഫെബ്രുവരി 4 ഡിക്ലെയർ ചെയ്തു. അത് പിന്നെ പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ മാർച്ച് 4 നമുക്ക് വീണ്ടും ഡിക്ലെയർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പൊ മാർച്ച് 4 പരീക്ഷ എഴുതുന്ന കുട്ടികൾ അഥവാ ജാനുവരി 2021 ആനുവൽ പ്രോഗ്രാം കുട്ടികൾ, എന്റെ ഈ വാക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കുന്നവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ജാനുവരി 2021 കുട്ടികൾ ഇപ്പോൾ ഡിസംബർ 21 പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്ന ആനുവൽ പ്രോഗ്രാം കുട്ടികളും ജൂലൈ 21 സെമസ്റ്റർ പ്രോഗ്രാം MCA, BCA, അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയ അത്തരത്തിലുള്ള സെമസ്റ്റർ വൈസ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന കുട്ടികളും ഇപ്പോൾ ഡിസംബർ 2021 പടിവാതിൽക്കൽ, പരീക്ഷയുടെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. മാർച്ച് 4 മുതൽ 11/4/22, ഏകദേശം ഇപ്പൊ മുതൽ നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ തന്നെ 24 ദിവസം നമുക്കുണ്ട്. ഇപ്പൊ മുതൽ കണക്കാക്കുകയാണെങ്കിലും 24 ദിവസമുണ്ട്. 24 ദിവസം മുതൽ 50 ദിവസം വരെ ഇനിയും സമയമുള്ള ഒരു പരീക്ഷയാണ്. MEG ഒക്കെ നമ്മൾ നോക്കുമ്പോൾ MA ഇംഗ്ലീഷ് അവസാനത്തെ മാർച്ച് 1 തീയതി, 2 തീയതി, ഏപ്രിൽ 1, 2, 3, 4 തീയതികളിലാണ് പരീക്ഷ വരുന്നത്. എന്ന് പറഞ്ഞാൽ 2 മാസത്തോളം അവർക്ക് ഇപ്പോഴും സമയമുണ്ട്. ആദ്യമായി പഠിക്കാൻ തയ്യാറാവുന്ന കുട്ടിയടക്കം പരീക്ഷയ്ക്കുള്ള സമയം അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആരും പാനിക് ആകരുത്.
ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൈക്കോളജിയിൽ നമ്മൾ സ്ഥിരമായി പറയുന്ന ആ ഒരു വാക്ക്. ആരും പാനിക് ആകരുത്. മറിച്ച് എം നോട്ട്സിലെ ചങ്ങാതിമാർക്ക് ഒരു കൈത്താങ് നൽകുക. എം നോട്ട്സിലെ ചങ്ങാതിമാർക്ക് കൈത്താങ് നൽകാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും 10 മിനിറ്റ് ഞാൻ സംസാരിക്കും. ഇനിയുള്ള സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നോട്ട് കയ്യിൽ വെക്കുക, പേനയും കയ്യിൽ വെക്കുക. 10 മിനിറ്റ് ഞാൻ ഒരു ആശയത്തെ പറ്റി സംസാരിക്കും. ഇന്ന് നമ്മളുടെ ദീപിക മാം പറഞ്ഞതുപോലെ മാഷ് എന്തെങ്കിലും ഒരു ടിപ്പ് ഓരോ പ്രോഗ്രാമിനും തരുന്നു എന്ന് പറഞ്ഞതിലെ ഒരു ടിപ്പ് ഇതാണ്. 10 മിനിറ്റ് ഞാൻ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കും. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അടുത്ത 10 മിനിറ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ള 10 മിനിറ്റ് ഞാൻ മറ്റൊരു വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കും. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അങ്ങനെ ഒരു 1.5 ചിലപ്പോൾ 2 മണിക്കൂറോളം ഈ പ്രോഗ്രാം ഇങ്ങനെ പോകും. എത്ര തന്നെ ഞാൻ ശരി നമുക്ക് പിരിയാം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അസംബ്ലി ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഇതിലൂടെ കടന്നു പോകാറുണ്ട്. കാരണം നിങ്ങളെല്ലാം ആദ്യമായി തുഴയുകയാണ്. തോണി ആദ്യമായി തുഴയുകയാണ്. അത് അടുത്ത ഒരു പുലി വരുന്നുണ്ട്. ഇപ്പൊ 4 പുലികളും ഇതിന്റെ അകത്തുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷം. മുബീന മാം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഞങ്ങൾ പതുക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, യോഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ. ഇഗ്നോയ്ക്ക് അല്ലെങ്കിൽ ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ എന്റെ പഠനം നടത്തും, എന്നിട്ട് എന്റെ ജീവിതത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് 1 by 1 ആയിട്ട് ഒന്ന് കിട്ടിക്കോട്ടെ. ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. നമ്മൾ എന്തിനാണ്, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ഓരോരുത്തരും ഒരു 10 സെക്കൻഡ് ഒരു ഉത്തരം പറയൂ പ്ലീസ്. പെട്ടെന്ന് ആകെ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കണം. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞ് ഉത്തരം പറയൂ പ്ലീസ്, പെട്ടെന്ന്. Well educated, English fluent, Well educated and got a job. Okay. And get a job. Okay, then next. Yeah, okay. Please, quick. ഞാൻ എന്നെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും പിന്നെ ഒരു ജോലി സാധ്യത തേടിയുമാണ്. Okay, purification of self and job prospectus. Okay, then next. സർ, ഞാൻ ക്ലാസ് പഠിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് 2-3 കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഡിപ്ലോമ കോഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡിഗ്രി എടുക്കുമ്പോൾ അതിന്റെ മൂല്യം വേറെ ഒന്നാണ്. അപ്പൊ എന്നോട് എല്ലാവരും ഡിഗ്രി എടുക്കണമെന്ന്. അപ്പൊ അതനുസരിച്ചാണ് ഡിഗ്രി എടുക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് ഡിഗ്രിക്ക് ജോബ് കിട്ടുക എന്നുള്ളത് നല്ല വാല്യൂള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി ചൂസ് ചെയ്തത്. മുന്നോട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതും ഞാൻ ചെയ്യും. തീർച്ചയായും ഹയർ എഡ്യൂക്കേഷൻ ഫോർ അപ്ലിഫ്റ്റ്മെന്റ്, അതാണ് രഞ്ജിത്ത് ഉദ്ദേശിച്ചത് അല്ലേ? ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, എസ്പെഷ്യലി ഫോർ ജോബ് സീക്കിംഗ് അല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാള് പെട്ടെന്ന് 2 പേർ പറഞ്ഞോളൂ. ഞാൻ TTC കഴിഞ്ഞതാണ്. അപ്പോ ഡിഗ്രി വേണമെന്ന് അടുത്തതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ഡിഗ്രി എടുക്കാൻ വിചാരിച്ചു. തീർച്ചയായും +2 TTC ആയിരുന്നേ. അപ്പൊ ഇനി PSC ഒക്കെ എഴുതുന്ന സമയത്ത് TTC ഡിഗ്രി വേണ്ടി വരും എന്നുള്ളൊരു നിയമം വരുന്നുണ്ട്. അതെ, നിയമം വരുന്നുണ്ടെന്നല്ല, നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2030 അത് ഫുൾഫിൽ ആവും, അത് ഫുൾ പ്ലെഡ്ജിൽ ആകും. അപ്പൊ നമ്മുടെ പ്രീ ഡിഗ്രി ബോർഡൊക്കെ മാറ്റിയിട്ട് +2 കൊണ്ടുവരാൻ ഒരു 10 കൊല്ലത്തെ ഒരു ചാക്രിക പ്രവർത്തനം നടന്നതുപോലെ നമ്മൾ എല്ലാവരും തന്നെ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ എത്താൻ. മുമ്പൊക്കെ ഒരു പ്യൂൺ ജോലിക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ജോലിക്ക് 8ാം ക്ലാസ് മതിയായിരുന്നു. പിന്നീട് അത് 1990കളിലെല്ലാം 10ാം ക്ലാസ് മതിയായിരുന്നു. ഇപ്പോൾ അത് 2000 എത്തിയപ്പോൾ +2 എന്നുള്ളത് ആയി. 2030 എത്തുമ്പോൾ അത് ഡിഗ്രി എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. അതാണ് ഈ ഒരു ചാക്രികമായ ഒരു അവസ്ഥ. അതിന് ഉള്ള തയ്യാറെടുപ്പാണ് മിസ് മുബഷിറ ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു.
അടുത്ത ഒരാൾ. സാർ അപ്പോ ഇനി 2030 കൂടി ആവും അത് വരും എന്റെ നിയമം വരില്ല. അതെ അതെ 2030. പക്ഷെ 2030 പോലും അത് അവസാനത്തിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ് അത് 2030. ചില സംസ്ഥാനങ്ങൾ ചെയ്ത് കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ചില സംസ്ഥാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ബേജാറാകണ്ട. നിലവിലുള്ള സാഹചര്യത്തിന് ഈ വിഷയങ്ങളിലെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിലവിലുള്ള ആർക്കും ഒരു തരത്തിലുള്ള ഇടങ്ങേറും സർക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ മിഷനറീസ് ആർക്കും ഇടങ്ങേറ് തരില്ല. പുതിയ ഒരു ഉയർച്ചയ്ക്ക് വേണമെങ്കിൽ പുതിയ നിയമം ബാധകമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഏത് ലെവലിലാണോ ജോലി ചെയ്യുന്നത് ആ ലെവലിലേക്ക് പുതിയതായി ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണ്ട. മറിച്ച് നിങ്ങൾ വേറെ ഒരു ലെവലിലേക്ക് പോകണമെങ്കിൽ പുതിയത് അത് വേണം. അതാണ് അതിന്റെ കാഴ്ചപ്പാട്. പറഞ്ഞത് മനസ്സിലായല്ലോ? നിലവിൽ ഉള്ളതിന് പുതിയ ആളുകൾക്ക് വേറെ വ്യവസ്ഥിതിയായിരിക്കും. പുതിയ ആള് TTC കഴിഞ്ഞ് വരുമ്പോൾ, DLED കഴിഞ്ഞ് വരുമ്പോൾ ഡിഗ്രി വേണം എന്നുള്ളത് പുതിയ കാഴ്ചപ്പാട്. നിങ്ങളെ സംബന്ധിച്ച് അത് ഇപ്പോൾ വേണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം വേണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ഒരാൾ പെട്ടെന്ന്. ഹലോ സാർ, കൂടി പറഞ്ഞു. പിന്നെ ഞാൻ ഷെഹർബാനു. പിന്നെ ഡിഗ്രി കഴിഞ്ഞപാട് കല്യാണം കഴിഞ്ഞ്, അപ്പൊ പിന്നെ ടൈം ഇനിയിപ്പോ ഒരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ PG ചെയ്യാന്നുള്ളതായിരുന്നു വിചാരിക്കുന്നത്. അപ്പൊ സോഷ്യോളജിയാണ് ഇപ്പൊ എടുത്തത്. ഡിഗ്രി ആണോ PG ആണോ? PG. ഓക്കെ, MSO. MSOയിലെ 3 സുപ്രധാന പെൺപുലികൾ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. MSOന്റെ 3 പേർ ഇതിന്റെ അകത്തുണ്ട്. അവരെയൊക്കെ ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അതൊന്നും വിഷയമില്ല. അത് കോറിലേറ്റഡ് സബ്ജക്ട്സ് ആണ്, അത് വിഷയമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വന്ന ഈ 3 പേരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു 6 പേര് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതില് ജോബ് പ്രോസ്പെക്ടസ്, ഒപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മളിലെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അടിസ്ഥാന തത്വം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ ഹയർ എഡ്യൂക്കേഷൻ. ഈ ഹയർ എഡ്യൂക്കേഷന് നമ്മളുടെ മുമ്പിലുള്ള അത്താണി, അത് തന്നെയാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത്, നമ്മളുടെ മുമ്പിലുള്ള അത്താണി ഇഗ്നോവാണ്. ആ ഇഗ്നോയില് നമുക്ക് കിട്ടുന്ന പഠനാനുഭവങ്ങൾ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ എത്രത്തോളം നേടാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനും അതിന് നിങ്ങളെ പ്രേരിപ്പിക്കാനുമാണ് ഈ യോഗം നമ്മൾ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ എന്നുള്ള വാക്ക് നമ്മൾ പറയാൻ കാരണം, ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളതിന് വരുമ്പോ ഇഗ്നോയിൽ ഇന്നത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇഗ്നോയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? ഇഗ്നോയിൽ ഇന്നത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ഇവിടെ സത്യത്തിൽ ഒരു വല്ലാത്ത വിഷമം നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിർബന്ധമായും എഴുതിയെടുക്കുക. നിങ്ങളിലെ എത്ര പേർ ഇഗ്നോയിലെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായും പുതിയ ആളുകൾ എഴുതിയെടുക്കുക. ഡൗൺലോഡ് പ്രോസ്പെക്ടസ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിന് നിർബന്ധമായും ഒരു പ്രോഗ്രാം ഗൈഡ് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ഗൈഡും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ്. അടുത്തതൊന്ന് റെഗുലർലി ഡൗൺലോഡ് ചെയ്യാം. ഏതാണ് ഡൗൺലോഡ് ചെയ്യൽ എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അത് ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തത് നമ്മൾ പറയുന്നത് ഡൗൺലോഡ് ഐഡന്റിറ്റി കാർഡ്. വെരിഫൈ മൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസ്. അപ്പൊ എന്റെ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇപ്പൊ എത്ര എണ്ണമായി നമ്മൾ പറഞ്ഞത്? 5 എണ്ണമാണോ 6 എണ്ണമാണോ?
4 ഓക്കെ. അഞ്ചാമത്തത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, നിങ്ങളുടെ റെഗുലർ വിസിറ്റ് ഓഫ് ഇഗ്നോ പോർട്ടൽ. വിസിറ്റ് റെഗുലർലി ഇഗ്നോ പോർട്ടൽ. ഇനി നമുക്ക് ഡൗൺലോഡിലേക്ക് പോകാം. www.igno IGNOU. ഈ യോഗത്തിന്റെ ഇടയിൽ തന്നെ കയറി ആരും പരീക്ഷിക്കരുത്. അവസാനം യോഗം ആകെ ജാമായിരിക്കും, നെറ്റ് ജാമായിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. igno.ac.in. അക്കാഡമിക്കിലെ എസിയും ഇന്ത്യയിലെ IN. അപ്പൊ igno.ac.in എന്നുള്ള ആ വെബ് അഡ്രസ്സില് ഇഗ്നോയുടെ പോർട്ടലില് റെഗുലർലി പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ പോവുക. ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് നിങ്ങൾ അത് റെഗുലർലി വാച്ച് ചെയ്ത് വെക്കുക. മൊബൈലിലൊക്കെ ആകുമ്പോൾ ഇപ്പൊ പുതിയ ഒന്ന് നമ്മൾ ഒരു 5 പ്രാവശ്യം ഒരു സംഗതി ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വരുന്ന മൊബൈലുകളൊക്കെ അങ്ങനെയാണ്, ഓട്ടോ ഡെവലപ്മെന്റ് ആയി അങ്ങനെ തന്നെ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ വയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ ചോദിച്ചാൽ അവരത് ഷോർട്ട് കട്ട് ഉണ്ടാക്കി തരും. ഷോർട്ട് കട്ടിലൂടെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒരു ഷോർട്ട് കട്ടില് ഇഗ്നോയുടെ പോർട്ടൽ വെബ് അഡ്രസ് ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ മെയിൻ സ്ക്രീനില് നമുക്ക് അതിന്റെ ഷോർട്ട് കട്ട് ആക്കി വെക്കാം. നമുക്ക് വളരെ ഭംഗിയായി കാര്യങ്ങളിലേക്ക് ഡെയിലി പോകാം. അങ്ങനെ പോകുന്നതില് 4 ആദ്യത്തെ ഹോം എന്നുള്ള ഒന്നുണ്ട്, ഇഗ്നോ ഓൺലൈൻ എന്നുള്ളതുണ്ട്. മൂന്നാമത്തെ സംഗതി നാലാമത്തെ സംഗതി സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അത് ഒന്ന് നോട്ട് ചെയ്യുക. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, അതിന്റെ അകത്ത് സ്റ്റുഡന്റ് സോൺ എഴുതിയെടുത്തോളൂ. സ്റ്റുഡന്റ് സോൺ, സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് 5x2 അതാണ് ഇന്നത്തെ നമ്മുടെ സുപ്രധാനമായ ചർച്ചാ വിഷയം. 5x2 എന്ന് പറയുന്നത് 5ാമത്തെ വരി 2ാമത്തെ നിര. 5ാമത്തെ വരി 2ാമത്തെ നിരയിലെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എല്ലാവർക്കും പ്രയാസം വരുന്ന എന്നാൽ നമുക്ക് നിർബന്ധമായും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഈ പറയുന്ന സംഗതി. സഫ്വാൻ ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കേണ്ടി വരും കേട്ടോ, ലേറ്റ് ആയിട്ട് വന്നതിന്. ഓക്കെ, ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് കൃത്യമായി ഓർക്കുക. 5ാമത്തെ വരി സ്റ്റുഡന്റ് സോണിൽ നമ്മൾ പോകുന്നു. സ്റ്റുഡന്റ് സോണില് 5ാമത്തെ വരി, ഇഗ്നോയിലെ സ്റ്റുഡന്റ് സോണിലെ 5ാമത്തെ വരി 2ാമത്തെ നിര 2ാമത്തെ കോളത്തിൽ 5x2 അല്ലെ 5x2 എന്നാണ് പറയുക. അതില് ഈ റിസോഴ്സസ്, ഇലക്ട്രോണിക് റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. നമ്മൾ ആരെയും പഴിക്കേണ്ടതില്ല. ഇവയുടെ നിധി കുംഭാരമാണ്. ബി കലവറയല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി കലവറയെ പോലെ തന്നെ അതിഗംഭീരമായ നിലവറയാണ് നമുക്ക് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ഇനി എഴുതിക്കോളൂ, അവിടെ 12 സുപ്രധാനമായ സംഗതികളുണ്ട്. ആ 12 എണ്ണത്തിൽ 8ാമത്തത് അതിബൃഹത്തായ ഒരു സംഗതിയാണ്. അത് ഓർത്തു വച്ചോളണം. 1ാമത്തത്, അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഏതാണ്? ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ് എന്നുള്ള ആശയത്തിന്റെ അകത്ത് നമുക്ക് 5x2 കോളത്തിന്റെ അകത്താണ് ഇത് ഉള്ളത്. ഓക്കെ. നമ്പർ 1 സാക്ഷത്. SAKSHAT. സാക്ഷത് എന്ന് പറയുന്നത് MHRDയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ 1 സ്റ്റോപ്പ് എഡ്യൂക്കേഷൻ പോർട്ടലാണ് സാക്ഷത്. അതിന്റെ അകത്ത് എല്ലാ കണ്ടന്റിനും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകള്, വീഡിയോസ്, ആർച്ചീവ്സ് എല്ലാം അതിന്റെ അകത്ത് നമുക്ക് ലഭ്യമാണ്. സാക്ഷരത എന്നുള്ള അർത്ഥത്തിൽ, അറിവ് എന്നുള്ള അർത്ഥത്തില്, ജ്ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സാക്ഷത് എന്നുള്ളത് തന്നിരിക്കുന്നത്.
രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്ന പ്രധാനമായ ഒരു റിസോഴ്സ്, ഒരു മേഖല എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല സ്വയംപ്രഭ. എഴുതിയെടുത്തോളൂ, സ്വയംപ്രഭ ചാനലിലെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, തുടരെ എംനോട്സിലൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതിൽ നിന്നാണോ നമ്മൾ എടുത്തത് അതെല്ലാം കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. ആ കോപ്പിറൈറ്റിന്റെ മുൻകൂർ അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വയംപ്രഭ ചാനലിലെ ഇഗ്നോ ലേണേഴ്സിന് വേണ്ടി കൈത്താങ് കൊടുക്കുകയാണ് എംനോട്സ്. അപ്പൊ രണ്ടാമത്തെ സംഭവം സ്വയംപ്രഭ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ചാനലിലെ 17ാമത്തെ ചാനൽ മുതൽ 17, 18, 19, 20, 21 ഈ 5 ചാനൽ ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ്. സ്വയംപ്രഭ എഡ്യൂക്കേഷണൽ ചാനൽ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. മൊബൈലില് ഗൂഗിളില് പോയി വെറുതെ സ്വയംപ്രഭ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ ആ ചാനൽ വരും. അതിലെ 17ാമത്തെ ചാനൽ മുതൽ 21ാമത്തെ ചാനൽ വരെയുള്ള 5 ചാനൽ നമ്മൾ നിർബന്ധമായും നമ്മുടെ റിസോഴ്സസ് ആണ്. അധ്യാപകർ ക്ലാസ്സിൽ വന്നില്ല, സ്റ്റഡി സെന്റർ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നില്ല എന്ന് എംനോട്സിലെ കുട്ടികൾ, ഞാൻ ആ വാക്കാണ് പറയുന്നത്. എംനോട്സ് എന്നുള്ള ഒരു ഡിസിപ്ലിൻ, എംനോട്സ് എന്ന് പറയുന്ന ഒരു സ്കൂൾ, എംനോട്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. എംനോട്സ് എന്നുള്ള നമ്മുടെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനം നമ്മൾ ഇഗ്നോയിലെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ ആരെയും പഴിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഈ റിസോഴ്സസ് എല്ലാം കണ്ടെത്തി നമ്മളുടെ പഠന പ്രക്രിയ വളരെ മനോഹരമാക്കി നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ടുകളൊക്കെ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടിന്റെ കൂട്ടത്തിൽ അക്കാഡമിക് കൗൺസിലറെ ആയിട്ട് നമ്മൾ പരിഗണിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണോ മാഷെ ഇഗ്നോ അങ്ങനെയല്ല. പക്ഷെ ഇഗ്നോ ഇങ്ങനെയാണ്. ഞാൻ ഈ തരുന്നതെല്ലാം ഏതിന്റെ അകത്ത് നിന്നാണ്? അതാണ് ഏറ്റവും രസം. ഇതൊക്കെ മുബാറക് മാഷിന്റെ വക ഗിഫ്റ്റ് ഒന്നും അല്ല. ഇതെല്ലാം ഉള്ളത് ഇഗ്നോയിലെ പോർട്ടലിലാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സംഗതികളെല്ലാം ഉള്ളത് ഇഗ്നോയിലെ പോർട്ടലിലാണ്. പക്ഷെ നമ്മൾ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ മാഷ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബെഞ്ചിൽ പണ്ടത്തെ ട്രഡീഷണൽ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ മാഷ് വരട്ടെ അല്ലെങ്കിൽ ടീച്ചർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. മാഷ് വരുന്നില്ല, ടീച്ചറും വരുന്നില്ല. കുറെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നിട്ട് ഒരു സുപ്രഭാതത്തില് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. എന്നിട്ട് നമ്മൾ പഴി ഞങ്ങൾക്കൊന്നും ഇഗ്നോ തന്നില്ല എന്നുള്ള ഒരുപാട് പഴിചാരലാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. എന്നാൽ തെറ്റി. ഇഗ്നോ അതിന്റെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അവെയർ ആവുക. നമ്മളാണ് വിഡ്ഢികളാവുക. ഈ റിസോഴ്സസ് കണ്ടില്ല എങ്കിൽ, ഈ റിസോഴ്സ് കണ്ടില്ലെങ്കിൽ നമ്മളാണ് വിഡ്ഢികളാവുക. അപ്പൊ അതിന് സ്വയംപ്രഭ ചാനൽ. മറ്റൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന മൂന്നാമത്തതാണ് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. അതും ഇതുപോലെ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ആർച്ചീവ്സ് വീഡിയോസ് നൽകുന്ന ഒരു മേഖലയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലേറ്റ് കമേഴ്സിന് വേണ്ടിയിട്ട് ഇഗ്നോയുടെ പോർട്ടൽ എഴുതിയെടുത്തോളൂ. ഇഗ്നോയുടെ പോർട്ടലിലെ 4ാമത്തെ ലിങ്കില് സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ലിങ്കില് ഫസ്റ്റ് ബട്ടണിലെ സ്റ്റുഡന്റ് സോൺ, ആ സ്റ്റുഡന്റ് സോണിലെ 5x2 5ാമത്തെ വരി 2ാമത്തെ കോളം, ആ 5x2 ഉള്ളതാണ് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗിലെ 1ാമത്തത് സാക്ഷത്, 2ാമത്തത് സ്വയംപ്രഭ, 3 കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, 4 സ്വയം. എത്ര പേർക്ക് ഇതിന്റെ അകത്ത്, ഇതിനു മുമ്പ് നമ്മൾ സ്വയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്വയത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. നിങ്ങൾ അറിയുന്ന സ്വയത്തെ പറ്റി 1 മിനിറ്റ് ഒന്ന് സംസാരിക്കൂ. ഒന്ന് എന്റെ കോഅഡ്മിന്മാർ പ്ലീസ്, 1 മിനിറ്റ് സംസാരിക്കൂ.
സ്വയം. ഒന്ന് സംസാരിക്കൂ. എന്താണ് സ്വയം? SWAYAM. പ്ലീസ് സംസാരിക്കൂ. ആരും കേട്ടിട്ടില്ലേ? സെൽഫ് ആണ് സാറേ. അല്ല, സ്വയം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. സ്വയം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ്, ഒരു റിസോഴ്സ് ഉണ്ട്. അതാരും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? നോ സാർ, ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നതാണല്ലോ സ്വയം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്. ആർക്കും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ടെക്നിക്കായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ, നിങ്ങൾ ആരെങ്കിലും 1 or 2 പേർ മാത്രം ഞാൻ അനുവാദം തരികയാണ്. ഒരു സ്വയം ആപ്പ് ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണിക്കൂ. SWAYAM സ്വയം. പെട്ടെന്നൊന്ന് എടുത്തിട്ട് അതൊന്ന് സ്ക്രീനിൽ കാണിച്ചു തരൂ മറ്റുള്ളവർക്ക് വേണ്ടി. പെട്ടെന്ന്. സ്വയം. പരസ്പരം ചർച്ച ചെയ്തോളൂ. യെസ്, പരസ്പരം ചർച്ച ചെയ്തോളൂ. ആർക്കും ഒന്നും ചർച്ച ചെയ്യാനില്ലേ? ഇതിലുള്ള കണ്ടന്റ്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലല്ലേ വരുന്നത്? എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. നമ്മൾ അതാണ് ഇവിടുത്തെ ആ ചോദ്യമാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നാഷണൽ സ്റ്റുഡന്റ് ആണ്. അവിടെ നിങ്ങൾക്ക് അംഗീകാരം സെൻട്രൽ വേണം, പക്ഷെ മലയാളം തന്നെ വേണം എന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കരുത്. നമ്മൾ നാഷണൽ സ്റ്റുഡന്റ് ആണ്. മലയാളത്തിൽ മനസ്സിലാക്കിയാലേ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അത് നമ്മുടേതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലാപ്പ്, നമ്മുടെ മൊബൈല്, നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മളാണ് തിരുത്തേണ്ടത്. നമുക്ക് അത്രയേ അനുഭവം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളാണ് ആ ടെക്നിക്കുകൾ സ്വയം ചെയ്യേണ്ടത്. അത് മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. പിന്നെ എംനോട്ട്സ് പോലുള്ള ഗ്രൂപ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാർ ഉള്ളത് കൊണ്ട് അവർ മലയാളത്തിൽ ക്ലാസ് തരുന്നു. അതൊക്കെ ഒരു ചെറിയ സൗകര്യമാണ് നമ്മൾ ചെയ്യുന്ന അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇതിലിപ്പോ ഒരു സബ്ജക്ട് ചേഞ്ച് ആക്കാൻ പറ്റുമോ ഇനി? ഏത് സബ്ജക്ട് ചേഞ്ച് ആക്കാലോ? എത്ര മാസമായി അഡ്മിഷൻ എടുത്തിട്ട്? ഇല്ല, ഞാൻ ഈ ജനുവരിയിൽ ഇപ്പോ ഒരു 4-5 ദിവസമായിട്ടുള്ളൂ അഡ്മിഷൻ എടുത്തിട്ട്. എന്നെ പേഴ്സണലി വിളിച്ചാൽ മതി. ഇൻഡിവിജ്വൽ മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നു. എങ്ങനെ? ഞാൻ സാറിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ മാറ്റേഴ്സ് കോമൺ ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്ക് പരിഗണിക്കാം, ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും സംഗതികൾ 12 എണ്ണമുള്ള ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കൂടുതൽ പറയാനില്ല എങ്കിൽ ഞാൻ NMEICTയുടെ അകത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര പങ്ക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം ഓരോരുത്തർ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ 9ാമത്തേതിലേക്ക് വിശദീകരിച്ച് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാം. അപ്പോ ചോദ്യോത്തരം പങ്ക്തി നമുക്ക് തുടങ്ങാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരാൾക്ക് 1 or 2 ചോദ്യം എത്ര വേണമെങ്കിൽ. പക്ഷെ ഒരു സമയത്ത് ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം, അടുത്ത ഒരു ചോദ്യം, അടുത്ത ഒരു ഉത്തരം, അങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റ് സമയം ചെലവഴിക്കാം. ചോദിച്ചോളൂ. സാറ് ഞാൻ ഈ വർഷം അഡ്മിഷൻ എടുത്ത ആളാണ്, സിസ്റ്ററാണ്. ഇതിനു മുമ്പ് സീന മാം, മിസ് ഇന്നാ കയറുള്ളൂ. ഇന്നാണ് എനിക്ക് ഇന്നാ പറഞ്ഞുള്ളൂ. അപ്പൊ MSO ആണ്. ഇതുവരെ പുസ്തകമൊക്കെ കിട്ടി. നവംബറിൽ, ജനുവരി, ഡിസംബറിൽ പുസ്തകമൊക്കെ വന്നു. പക്ഷെ ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്റെ സ്റ്റഡി സെന്റർ MSO കേരളത്തിൽ ഇവിടെ കോട്ടയത്തുള്ളേന്ന് പറഞ്ഞു. ഞാനിവിടെ ആലുവയിലാണ്. അപ്പൊ ഒരു പ്രാവശ്യം അവര് മെയിൽ ചെയ്ത് മാറ്റണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഫോം ഫില്ല് ചെയ്തു. അങ്ങനെ കൊച്ചിയിലേക്ക് മാറ്റിയെന്നും പറഞ്ഞു വന്നു. പിന്നീട് ഗ്രൂപ്പ്
പിന്നെ എന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് എടുത്തവരുണ്ട് മെയിൻ MA, അവർക്കൊക്കെ ഗ്രൂപ്പ് വന്നു, എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ എവിടെയാണ് എങ്ങനെയാ പിന്നെ അങ്ങോട്ട് മാറ്റിയെന്നും പറഞ്ഞൊരു മെയിൽ വന്നു, പിന്നെ ഒരു ഇൻഫോർമേഷനും ഇല്ല. അപ്പൊ എന്താ അസൈൻമെന്റ് ഒക്കെ എഴുതി തുടങ്ങി, പക്ഷെ എവിടെ സബ്മിറ്റ് ചെയ്യണം, ഗൈഡ് ആരാ, അങ്ങനെയൊന്നും അറിയത്തില്ല. ഗ്രൂപ്പ് വരുമോന്നൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നല്ല ചോദ്യമാണ് മിസ്സിന്, ഞാൻ ഉത്തരം തരാം. ലൈവായിട്ട് തന്നെ നിന്നോളൂ. ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തോ? സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? നിങ്ങളെ പറ്റി ഇഗ്നോയുടെ പോർട്ടലിലുള്ള സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തോ? അത് ചെക്ക് ചെയ്തില്ല. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എങ്കിൽ അതൊന്ന് എഴുതിയെടുക്കും മിസ്, കൈയോടുകൂടി എഴുതിയെടുക്കും. ഞാൻ ഇപ്പൊ തന്നെ സൊല്യൂഷൻ തരാം, എല്ലാവരും എഴുതിയെടുത്തോളൂ. ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആണ്, വെറുതെ നമ്മൾ കുറെ ബടായി അടിച്ചു കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എഴുതിയെടുത്തോളൂ. ഇഗ്നോയുടെ പോർട്ടലിലെ സ്റ്റുഡന്റ് സോണിലെ 3x2 മൂന്നാമത്തെ വരി എല്ലാവരും എഴുതിയെടുക്കും കേട്ടോ. മൂന്നാമത്തെ വരി, രണ്ടാമത്തെ കോളം, രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസിന്റെ അകത്തേക്ക് പോയാൽ നിങ്ങൾക്കുള്ള എല്ലാം കിട്ടും. ഇപ്പൊ എന്തൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞുവോ അതൊക്കെ അതിന്റെ അകത്ത് കിട്ടും. അപ്പൊ നമുക്ക് ഗൈഡിനെ കിട്ടുമോ? അതിലാരാണ്? അതൊന്നും ഇപ്പോൾ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു വെക്കൂ. നിങ്ങളുടെ സമയത്തേക്ക്, കൃത്യമായ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇത്രയും കാലം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ആദ്യ എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം പറയൂ സിസ്റ്ററെ. കുറ്റപ്പെടുത്തുകല്ലോ. വേണ്ട, അതാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ. ഇപ്പൊ നോക്കണ്ട, അതാണ് ഇവിടുത്തെ വിഷയം. ഈ നിർത്തി പൊരിക്കാണെന്ന് തോന്നരുത് കേട്ടോ, ദയവ് ചെയ്ത് അങ്ങനെ തോന്നരുത്. നിർത്തി പൊരിക്കുകയാണ് എന്ന് ഒരിക്കലും തോന്നരുത്. ഇനി ഞാൻ പറഞ്ഞു തരാം സിസ്റ്ററെ. ആദ്യത്തെ 4 അക്കം പറഞ്ഞാൽ ഓക്കെ, ആദ്യത്തെ 4 അക്കം പറഞ്ഞാൽ ആദ്യത്തെ 2 അക്കം വർഷത്തെയും പിന്നെ ഉള്ള 2 അക്കം മാസത്തെയും സൂചിപ്പിക്കും. നിങ്ങളുടേത് 21, 03, 04, 05, 06, 07, 08, 09, 10 അതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ ആദ്യത്തെ 4 അക്കം. 21, 03 അല്ലെങ്കിൽ 04 അല്ലെങ്കിൽ 05 അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അത് കണ്ട ഉടനെ ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ജൂലൈ 21 കുട്ടിയാണ് എന്ന്. അപ്പൊ അടുത്ത ദിവസം മുതൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ആദ്യത്തെ 4 അക്കം സിസ്റ്റർ പറയണം. മറ്റു പലതും നമ്മൾ ഓർത്തു വെക്കുന്നത് പോലെ ആദ്യത്തെ 4 അക്കം ഓർത്തു വെച്ചാൽ വളരെ എളുപ്പമാണ്. അതൊക്കെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിലിന്റെ അകത്ത് ഉണ്ട്. എൻറോൾമെന്റ്, അതിന് ID കാർഡ് എടുത്ത് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെക്കൂ, മൊബൈലിലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. പറ്റുകയാണെങ്കിൽ 2 പ്രിന്റ് എടുത്തു വെക്കൂ. അതിന്റെ അകത്ത് ഈ പറയുന്ന സംഗതികളെല്ലാം ഉണ്ട്. പേര് സ്പെല്ലിംഗ് തെറ്റാതെ ഉണ്ടോ എന്ന് നോക്കണം. പ്രോഗ്രാം കോഡ് MSO എന്നുള്ളത് കാണും. ലെഫ്റ്റ് സൈഡിലെ അതിന്റെ മിനിമം പീരിയഡ് കാണും, അഡ്മിഷൻ ഡേറ്റ് കാണും, ലാസ്റ്റ് മാക്സിമം പീരിയഡ് കാണും. നിങ്ങൾക്ക് 4 കൊല്ലമാണ് മാക്സിമം പീരിയഡ്. 2 കൊല്ലത്തിന്റെ ഉള്ളിൽ പഠിച്ചു തീർക്കാമെങ്കിലും പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആസാമിലേക്ക് ട്രാൻസ്ഫർ കിട്ടി എന്ന് കരുതുക. കുറച്ച് ദിവസം വളരെ തീക്ഷ്ണമായ ചില പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ടി വന്നു. സ്വാഭാവികമായും നമുക്ക് പഠന പ്രക്രിയയിൽ നിന്ന് മാറി നിന്നു. ഇഗ്നോ നമ്മളെ പെരുവഴിയിലാക്കുന്നില്ല. 3-ാമത്തെ കൊല്ലമോ 4-ാമത്തെ കൊല്ലത്തിലോ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ അത് നോക്കി ഇമെയിൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക, മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കുക, ഇമെയിൽ കൃത്യമായി വരുന്ന ഇതൊക്കെ എല്ലാവരും എഴുതിയെടുക്കണേ. ഞാൻ സിസ്റ്ററിന് ഉദാഹരണം കിട്ടിയപ്പോ അവർക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ ഇമെയിൽ ചെക്ക് ചെയ്യണം, മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ ഉടനെ തന്നെ
എം നോട്ട്സിലെ മുബാറക്ക് മാഷിനെ എങ്കിലും അറിയിച്ചിരിക്കണം. ആരെ വേണമെങ്കിലും അറിയിച്ചോളൂ, അറ്റ്ലീസ്റ്റ് എന്നെ അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്കുള്ള ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അവിടെ താഴെ നിങ്ങളുടെ ഏത് വർഷത്തെ സെഷൻ ആണ് എന്ന് ആദ്യം കാണും. ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ജൂലൈ 21 എന്ന് കാണും. അവിടെ ഉള്ള എത്ര കോഴ്സ് പേപ്പർ എത്ര എണ്ണം എന്നുള്ളത് കാണും. എത്ര പേപ്പർ, ആ പേപ്പറിന്റെ കോഡ് അറിഞ്ഞു വെക്കണം. അപ്പൊ ആദ്യം എന്തുണ്ടാവും? ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ, അതിന്റെ പീരീഡ്, അത് സ്വാഭാവികമായും അതിന്റെ എത്ര പേപ്പറാണ് പഠിക്കാനുള്ളത്, അത്രയും പേപ്പർ. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? എന്റെ മുമ്പില് 2 കുട്ടികൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ 2 കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വീഡിയോയിൽ വരും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഇതിന്റെ അകത്തുണ്ടാവുമായിരിക്കും. AMT1 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് ഡിഗ്രിക്ക്. AMT എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ഓഫ് മാത്സ് ആണ്. AMT എന്ന് പറയുന്നത് മാത്തമെറ്റിക്സ്, ടീച്ചിങ് മാത്തമെറ്റിക്സ് ആണ്. ആ AMTയില് 6 ക്രെഡിറ്റ് തിയറി പേപ്പറും 2 ക്രെഡിറ്റ് പ്രോജക്റ്റും ഉണ്ട്. 6 ക്രെഡിറ്റ് തിയറി പേപ്പർ അവർ എഴുതി പാസ്സായി. 6 കൊല്ലം കഴിയുകയും ചെയ്തു. ഡിഗ്രിയാണ്. അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. സൈറ്റിൽ നോക്കുമ്പോൾ അവർക്കെല്ലാം കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. 19 പേപ്പർ അവർക്ക് പഠിക്കാനുണ്ട്. 19 പേപ്പറും കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. പക്ഷെ അവർക്കത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അതിൽ AMT1 എന്ന് പറയുന്ന പേപ്പറിലെ ലാബ് എന്നുള്ള ഭാഗത്തും കൂടി മാർക്ക് വേണ്ടിയിരുന്നു. ആ ലാബ് എന്നുള്ള ഭാഗത്ത് മാർക്ക് ഇല്ല. കാരണം അവർ മാത്തമെറ്റിക്സ് ഓഫ് ടീച്ചിങ് മാത്തമെറ്റിക്സ് എന്നുള്ളതിന്റെ 2 ക്രെഡിറ്റിന്റെ പ്രോജക്റ്റ് അവർ പോയി പ്രാക്ടീസ് ചെയ്തില്ല. അവരുടെ സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ്. ഒരു ടീച്ചറാണ്, അവരുടെ സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ്. HM സർട്ടിഫൈ ചെയ്യണം. ഇവരെ 2 ക്രെഡിറ്റ് അഥവാ 60 മണിക്കൂർ ഞങ്ങളുടെ സ്കൂളിൽ മാത്സ് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സർട്ടിഫിക്കേഷൻ, നമ്മൾ വർക്ക് ചെയ്തതിന്റെ ആ ഡോക്യുമെന്റ്, അതിന്റെ പല രീതിയിൽ എഴുതി വച്ചിട്ടുള്ള അസൈൻമെന്റ് പോലെ ആ ഡോക്യുമെന്റ്, പ്രോജക്റ്റ് റിപ്പോർട്ട്, ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് ഡിഗ്രി കിട്ടുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഡിഗ്രി കിട്ടാൻ സാധ്യതയില്ല. കാരണം പാറ്റേൺ മാറിപ്പോയി. ഇപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നു. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഈ AMT എന്ന് പറയുന്ന പേപ്പർ ഇല്ല. അവരുടെ 6 കൊല്ലം കഴിയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ 19 പേപ്പറിൽ 18 പേപ്പറും അവർ പാസ്സായി. ആ ഒരു പ്രോജക്റ്റ് ചെയ്തില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയില്ല. കാരണം എന്താ? പറയൂ, കാരണം എന്താ? ആരെങ്കിലും പറയൂ. അവർ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നോക്കിയില്ല. അവർ പ്രോഗ്രാം ഗൈഡ് വായിച്ചില്ല. അവർ പ്രോജക്റ്റ് മാനുവൽ കണ്ടിട്ട് പോലുമില്ല. അതാണ് 1ാമത്തെ ദിവസം മുതൽ മുബാറക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പ്രോജക്റ്റ് ഗൈഡ് നോക്കണം, പ്രോഗ്രാം ഗൈഡ് നോക്കണം, പ്രോസ്പെക്ടസ് വായിക്കണം. പ്രോസ്പെക്ടസിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ പ്രോസ്പെക്ടസ് ഉണ്ട്. ഡിഗ്രിയുടേത് ഞാൻ എടുക്കുന്നു. കൃത്യമായി ഇതാ ഡിഗ്രിയുടെ എടുത്തു. ഇവിടെ AMT1 അവിടെ പ്രോജക്റ്റ് 2 ക്രെഡിറ്റ് എന്നുള്ളതുണ്ട്. പ്രോജക്റ്റ് 2 ക്രെഡിറ്റ്, 2 ക്രെഡിറ്റ് പ്രോജക്റ്റ് എന്നുള്ളത്. പക്ഷെ അവരത് കണ്ടിട്ടില്ല. അവർ ഈ പ്രോസ്പെക്ടസ് കണ്ടിട്ടില്ല. ഈ പ്രോസ്പെക്ടസ് എന്നുള്ള മഹത്തായ ഗ്രന്ഥം അവർ കണ്ടില്ല. അത് അവരുടെ കുറ്റമാണ്, യൂണിവേഴ്സിറ്റിയുടെ കുറ്റമല്ല. എന്നിട്ട് അവരിപ്പോ പുതിയതായി ഡിഗ്രിക്ക് തുടങ്ങുകയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ടീച്ചർമാരടക്കം TTC കഴിഞ്ഞിട്ടുള്ളവരെല്ലാം ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവർ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവർ ചെയ്യാനുള്ളത് അവർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇനി പുതിയ ഡിഗ്രി തുടങ്ങുകയാണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമായി എല്ലാം പുതിയ പാറ്റേൺ ആണ്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ രൂപത്തില് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക.
അതിന്റെ ഇടയ്ക്ക് സിസ്റ്റർ ഒരു കാര്യവും കൂടി പറഞ്ഞു. സിസ്റ്റർ വന്നോളൂ, സിസ്റ്റർ ഒന്നും കൂടി വന്നോളൂ. സിസ്റ്റർ മിസ്സായോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരാൾ വന്നോട്ടെ. അടുത്ത ഒരു ചോദ്യം ചോദിച്ചോളൂ. ആ ഒന്നിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. യെസ്, മിസ്റ്റർ സജീവ് ഒന്ന് പരിചയപ്പെടുവോ? മിസ്റ്റർ സജീവ് കെ ഒന്ന് പരിചയപ്പെടാവോ? ആ, യെസ്. എവിടെയാണ് വീട്? വീട് ചിറ്റൂരാണ്, പാലക്കാട് ചിറ്റൂർ. ഓക്കെ ഓക്കെ. സജീവ് ഏതാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാ? വെരി ഗുഡ്. ഞങ്ങളുടെ ഇടയിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടല്ലോ, വളരെ നന്നായി. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? എൻവയോൺമെന്റ് സയൻസ്. MSc ആണോ? MSc. നമ്മൾ ഇടക്ക് സംസാരിച്ചിരുന്നു അല്ലെ 2 ദിവസം മുമ്പ്? കുറെ ദിവസം മുമ്പ്. ഓക്കെ 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 ഓക്കെ. എങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഭംഗിയായി പോകുന്നുണ്ടോ? പഠന പ്രക്രിയ ഓക്കെ ഓക്കെ. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മോട്ടിവേഷണൽ ടോക്കാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരാളുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മിസ്റ്റർ സജീവ്, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ ഒരു സംശയം. സാറേ ഇതിന്റെ വീഡിയോ ക്ലാസ് ഓൺലൈൻ ക്ലാസ് കിട്ടാൻ വഴിയുണ്ടോ? അവൈലബിൾ ആണ്. അതാണ് ഇത്രയും ഇന്നത്തെ ക്ലാസ് തന്നെ അതാണ്. ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. താങ്കൾ ഇപ്പോഴേ കയറി വന്നിട്ടുള്ളൂ, കാരണം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് കയറി വന്ന് കുളിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിരിക്കുന്നത്. അതെ. ജസ്റ്റ് ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് നമ്മൾ യൂട്യൂബിൽ പ്രക്ഷേപണം ചെയ്യും. 12 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ എന്നാണ്. ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസിലെ സ്റ്റുഡന്റ് സപ്പോർട്ടിലെ 5x2 ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ആ ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗിലെ 12 തരം കാറ്റഗറി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിൽ കോടിക്കണക്കിലെ ഇൻഫർമേഷൻസ് റിസോഴ്സസ് അതിന്റെ അകത്തുണ്ട്. നമുക്ക് കോടിയൊന്നും വേണ്ട, ഒരു 10 എണ്ണം എടുത്ത് പഠിച്ചാൽ മതി. പല അർത്ഥത്തിൽ അതിന്റെ അകത്തുണ്ട്. ഓക്കെ, നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്യാം. മെറ്റീരിയൽസ് അതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഈ റിസോഴ്സ് എന്നുള്ളത് വാച്ച് ചെയ്തോളൂ. ഓക്കെ, ഈ റിസോഴ്സ്. ഓക്കെ, യെസ്, ഈ റിസോഴ്സ്. അയ്യോ, ഇനി ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ ഒന്നും കൂടി പൂർണ്ണമായി ഇരുന്നാൽ താങ്കൾക്ക് വളരെ നന്നായി മനസ്സിലാവും. അടുത്തൊരു ചോദ്യം. അടുത്ത ഒരാൾ. സർ, ഇത് മഞ്ജുളാണ്. ടീച്ചർ. സർ, ഇപ്പൊ ഇനി അസൈൻമെന്റ് എഴുതണം. നിങ്ങളുടെ അസൈൻമെന്റ് എഴുതേണ്ടത് ജനുവരി 22 കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറാകേണ്ടത് ഡിസംബർ 22 വേണ്ടി 3 മാസം മുമ്പ് അഥവാ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അതായത് ശ്രദ്ധിക്കുക, ആനുവൽ പ്രോഗ്രാമിലെ സ്റ്റുഡൻസ് എല്ലാവരും, ആനുവൽ പ്രോഗ്രാം സ്റ്റുഡന്റ് പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് അസൈൻമെന്റ് വെക്കണം, റീ രജിസ്റ്റർ ചെയ്യണം, എക്സാമിനേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് എഴുതണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണം, ഒപ്പം തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുകയും വേണം. അതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. എംനോട്ട്സിലെ ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാനുള്ളത് ഞാൻ അതിൽ തന്നിട്ടുണ്ട്. 7 പോയിന്റ് ഉള്ള മെസ്സേജ് ആയിരുന്നല്ലോ. ആ 7 പോയിന്റ് ഉള്ള മെസ്സേജില് ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് അതിലുണ്ട്. ഞാൻ അത് തന്നിട്ടുണ്ട്. കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിനെന്നുള്ള ആപ്തവാക്യമാണ് നമ്മളിവിടെ ഓർക്കുന്നത്. അല്ല, പുതിയത് വരുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി വരുന്നത് പുതിയതാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അതായിരുന്നു എന്റെ ഡൗട്ട്.
ഓക്കെ, അതിപ്പോഴും ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ളത് പുതിയത് അവൈലബിൾ ആണ്. നമ്മൾ ശരി. ചാലുവായി കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. എൻറോൾമെന്റ് നമ്പർ കിട്ടി. എൻറോൾമെന്റ് നമ്പർ കിട്ടിയാൽ ഇന്ന് നിങ്ങൾ ഇഗ്നോയിലെ അംഗീകരിക്കപ്പെട്ട സ്റ്റുഡന്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ റിസോഴ്സസും ഇഗ്നോ അവിടെ വച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും കൊണ്ട് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രഡീഷണലി നിങ്ങളുടെ ക്ലാസ്സിലെ 11ാം ക്ലാസ്സിലെ കുട്ടി മാഷും മിസ് മഞ്ജുള മേഡം വന്നിട്ട് തന്നില്ല എന്ന് അച്ഛനോട് പറയാം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ എല്ലാ ഈ റിസോഴ്സസും ഉണ്ട്. വി വാണ്ട് ടു ക്യാച്ച് ഇറ്റ്. ഓക്കെ, പൊട്ടാറ്റോ ഗ്യാദറിംഗ് ഉള്ളതുപോലെ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എല്ലാം അതിന്റെ അകത്തേക്കുണ്ട്. അത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ അയച്ചു തരാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത ആരാണ്? സിസ്റ്റർ ചോദിച്ചപ്പോ ഞാൻ ചോദിക്കാൻ രഞ്ജിത്ത് ജോർജ്. രഞ്ജിത്ത്, യെസ്. എവിടെയുണ്ട് രഞ്ജിത്ത്? ചോദിച്ചോളൂ. ഒന്ന് ഫേസ് തന്നിട്ട് വന്നോളൂ രഞ്ജിത്തെ. നമ്മളൊന്ന് കാണാലോ. യെസ് യെസ് യെസ്. ഓക്കെ രഞ്ജിത്ത് ചോദിച്ചപ്പോ തന്നെ ചോദിക്കാൻ എൻറോൾ നമ്പർ 2200 എന്ന് പറയുമ്പോ ഏത് ഇത് വരും? 2200 എന്ന് പറയുമ്പോ ജാനുവരി 22. ജാനുവരി 22 അല്ലേ? അപ്പൊ 0 എന്നുള്ളത് വർഷത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിലായി. 0102 എന്നുള്ളത് ജാനുവരിയെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണല്ലേ? 0102. കാരണം ജൂലൈയില് 9 അക്കം വരെ 90 ലക്ഷത്തോളം കുട്ടികൾ ഉണ്ടാവും. ജാനുവരിയില് ഒരു 20 ലക്ഷത്തോളം കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു 90,000 കുട്ടികൾ ഉണ്ടാവും. ഇവിടെ ഒരു 20,000 കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് 3നെയും 4നെയും 5നെയും നമ്മൾ ജൂലൈയിലേക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ 00 ആണ് എൻറോൾമെന്റ് നമ്പർ. ഓക്കെ, ആദ്യത്തെ 4 അക്കം പറഞ്ഞ ഇത് എല്ലാവർക്കും അറിയില്ല. നമ്മൾ കുറെ കാലം ഇതിന്റെ അകത്ത് തന്നെയല്ലേ. ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നിക്കുകൾ അറിയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ രഞ്ജിത്ത്. എനിക്ക് ബുക്സിന്റെ അങ്ങനെ ചെയ്തോളാം. അത് ഞാൻ വരും അത് ക്രമത്തിൽ വരും കേട്ടോ. ഓക്കെ, ആള് ഹാപ്പി അല്ലേ? എം നോട്ട്സ് നല്ല സപ്പോർട്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്തൊരാൾ. ഡൗട്ട്, അതായത് ജനുവരിയില് അഡ്മിഷൻ എടുത്ത് അപ്പോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എവിടുന്ന കിട്ടുക? ആരാണ് സംസാരിക്കുന്നത്? ഒന്ന് ഫേസ് തരാവോ പ്ലീസ്? ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. സബൂർ കറോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. ഒരു റാപ്പോ ഡെവലപ്മെന്റ് എന്ന് പറയും സൈക്കോളജിയില്. ഓക്കെ സർ. ഓക്കെ പറഞ്ഞോളൂ. കുട്ടികൾ കരഞ്ഞോട്ടെ. ഞങ്ങൾ അത് അവിടെ ശ്രദ്ധിക്കില്ല. കുട്ടികൾ കരയുമ്പോ അവര് ആക്റ്റീവ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ സർ. അതായത് ഇപ്പൊ ജനുവരിയില് അഡ്മിഷൻ എടുത്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്ന കിട്ടുക? ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സ്റ്റുഡന്റ് സ്റ്റാറ്റസിന്റെ താഴെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉണ്ട് എന്ന് ഞാൻ 1000 വട്ടം പറയുന്നത് അതാണ്. എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ മുബാറക് മാഷോട് പറഞ്ഞാൽ മതി, സംഘടിപ്പിച്ചു തരാം. പിന്നെ അതുപോലെ സെക്കൻഡ് ഇയർക്കുള്ള രജിസ്ട്രേഷന് ഫസ്റ്റ് ഇയറിലുള്ള എക്സാം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്താൽ പോരാ. അവിടെയാണ് പ്രസക്തമായ ചോദ്യം. താങ്കൾക്ക് തെറ്റി. ഫസ്റ്റ് ഇയർ എക്സാം നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിക്കോ, 4 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിക്കോ, ചിലപ്പോ 6ാമത്തെ കൊല്ലത്തില് ഫസ്റ്റ് ഇയർ എക്സാം എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ പരിഗണിക്കപ്പെടണമെങ്കിൽ, കേൾക്കുന്നുണ്ടോ? പരിഗണിക്കപ്പെടണമെങ്കിൽ 9 മാസം കഴിഞ്ഞ് 10ാമത്തെ മാസത്തിൽ 11ാമത്തെ മാസത്തിൽ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, 3ാമത്തെ വർഷത്തിന് 1 കൊല്ലം കഴിഞ്ഞ്
10ാമത്തെ മാസം 11ാമത്തെ മാസത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അഥവാ നമ്മളുടെ കൊല്ലത്തിന് മുമ്പ് 3 മാസം മുമ്പ്, നമ്മുടെ കൊല്ലം ആരംഭിക്കുന്നതിന് 3 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം, അസൈൻമെന്റ് വെക്കണം, രജിസ്റ്റർ ചെയ്യണം. ഈ 3 കാര്യവും ചെയ്യണം. എഴുതിയെടുത്തോളൂ കേട്ടോ. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ മുബാറക് മാഷോട് ചോദിച്ചാൽ മതി, പറഞ്ഞും തരാം. ക്ലിയർ? ഇനി അടുത്ത ആളിലേക്ക് പൊയ്ക്കോട്ടെ. മോനോ ടാറ്റാ, ബൈ. ഓക്കെ, അടുത്ത ആൾ. അടുത്ത ഒരാൾ ചോദിച്ചോളൂ. ആശിഷ് എന്നാണ്. സ്ഥലം കൊല്ലം. ഒന്ന് ഫേസ് തന്നോളൂ. ഓക്കെ, പറഞ്ഞോളൂ ആശിഷ്. സ്ഥലം കൊല്ലത്താണ്. ഞാനിപ്പം കൊല്ലം കുണ്ട്ര. ഓക്കെ ഓക്കെ. ഞാനാണെങ്കിൽ 2021 ജൂൺ ജൂലൈ ആ ബാച്ചിനായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഇതുവരെ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റുകൾ 2-4 കിട്ടി, അത് ജസ്റ്റ് വായിച്ചിട്ടൊക്കെ ഉള്ളു, അല്ലാതെ സീരിയസ് ആയിട്ട് ഇതുവരെ അതിനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ നെക്സ്റ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ തൊട്ടടുത്തുണ്ടെങ്കിൽ ചെവിക്കൊന്ന് നുള്ളി എന്ന് വിചാരിച്ചോളൂ. കിട്ടി. ചെവിക്ക് ഞാനൊന്ന് നുള്ളി എന്ന് അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. ഓക്കെ. ഞാൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ആശിഷിന് ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്? ഒരു തവണ വന്നായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ ചാനൽ ഫോളോ ചെയ്തത്. താങ്കൾ എന്നെ 1 കൊല്ലം മുമ്പേ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഗ്രൂപ്പിൽ 1 കൊല്ലം ആയില്ല, പക്ഷെ ഒരു 1.5 മാസം ആയതേ ഉള്ളൂ. ശരി, നമ്മൾ മുമ്പേ ബന്ധപ്പെട്ടിരിക്കുകയും ഞാൻ ഇൻഫർമേഷൻ അയക്കുകയും കഴിഞ്ഞ 10 പ്രോഗ്രാമിനും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലുള്ള ഉത്തരം താങ്കൾ ഇമെയിൽ ചെക്ക് ചെയ്യുക. നിർബന്ധമായും ഇമെയിൽ ചെക്ക് ചെയ്യുക. അതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം. എല്ലാവരും, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇമെയിൽ ചെക്ക് ചെയ്യുക. വാട്സപ്പിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, SMS ആക്ടിവേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. പണ്ടൊക്കെ SMS പരസ്യം വരുമായിരുന്നു, ഇപ്പോഴും പരസ്യം വരുന്നുണ്ട്. പക്ഷെ പരസ്യം ഇപ്പൊ പകുതി 90% ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, SMS തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ SMS ആക്ടിവേറ്റ് ആണ് എന്ന് ചെയ്യുക. രജിസ്റ്റർ ചെയ്യപ്പെട്ട മൊബൈൽ നമ്പർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പും വരുത്തുക. അപ്പൊ എല്ലാം ഇഗ്നോ മെറ്റീരിയൽസ് തരും, അല്ലെങ്കിൽ നോട്ട്സിനെ ഭംഗിയായിട്ട് ഫോളോ അപ്പ് ചെയ്തോളൂ, കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൃത്യമായി വരും, വിഷമിക്കാതെ നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്കാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞിട്ട് നാളെ എനിക്കൊന്ന് പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള സഹായം ചെയ്തു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത ഒരാൾ. ഞാൻ ആശയാണ്. വന്നോളൂ. എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാൽ, നമ്മൾ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി സെന്റർ വഴിയാണോ, അതോ എങ്ങനെയായിരിക്കും അത്? അസൈൻമെന്റ് ഇതൊക്കെ ആശാ മാം ഏതാണ് പ്രോഗ്രാം? MSO അല്ലേ? MAPC. അയ്യോ, നിർബന്ധമായും നിങ്ങൾ പ്രോഗ്രാം ഗൈഡ് വായിച്ചിട്ടില്ലേ? ജോയിൻ ചെയ്തതേ ഉള്ളൂ സാർ. ഓക്കെ. ബേജാറാകണ്ട. ഇതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. ഒരു വലിയ മല നമ്മുടെ അടുത്തേക്ക് വരില്ല. വീണ്ടും നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ പറയുന്നത്, നിങ്ങൾ സ്റ്റഡി സെന്ററിനെ പഴിചാരണ്ട, റീജിയണൽ സെന്ററിനെ പഴിചാരണ്ട. എല്ലാ റിസോഴ്സസും നമുക്ക് ലഭ്യമാണ് ഇഗ്നോയുടെ സൈറ്റില്. നമ്മളാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് പോസ്റ്റ് തരുന്നത് പോലെ, ആശാ വർക്കർ വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യം സെൻസസ് എടുക്കുന്നത് പോലെ, ഏതെങ്കിലും നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടീം വന്ന് പ്ലാസ്റ്റിക് പെറുക്കിക്കൊണ്ടു പോകുന്നത് പോലെ, നിങ്ങളുടെ അടുത്തേക്ക് അറിവ് വിൽക്കാൻ അല്ലെങ്കിൽ അറിവ് തരാൻ ആരും വരില്ല എന്ന് മനസ്സിനെ സ്റ്റഡിയാക്കി നിർത്തിക്കോളൂ. നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ സാർ? നമ്മുടെ റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള സ്റ്റഡി സെന്റേഴ്സ് നമുക്ക് എവിടെയെങ്കിലും ചെല്ലാൻ പറ്റുമോ? നമുക്ക് നിങ്ങൾ ആശാ കുര്യാക്കോസ് ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്?
MAPC. അപ്പൊ കൊച്ചിൻ റീജിയണൽ സെന്റർ ഞാൻ പല പ്രാവശ്യം വിളിക്കാൻ നോക്കി. അപ്പൊ നമുക്ക് സ്റ്റഡി സെന്റർ നമുക്ക് ചൂസ് ചെയ്യാൻ അഡ്മിഷൻ പറ്റുമോ? എങ്ങനെ എടുത്തു? ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി സ്വയമല്ലേ ചെയ്തത്? അല്ല, ഞാൻ അടുത്തുള്ള ജനസേവന കേന്ദ്രം വഴിയാണ്. അടുത്തുള്ള ജനസേവന കേന്ദ്രത്തിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞാൽ താങ്കളാണല്ലോ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. അതെ. അപ്പൊ നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങളല്ലേ പോയി അഡ്മിഷൻ എടുത്തത്, അല്ലാണ്ട് ജനസേവന കേന്ദ്രം നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നതല്ലല്ലോ. അല്ല സാർ, നിങ്ങളാണ് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പാവയെ പോലെ ഇരുന്നു, നിങ്ങൾക്ക് വേണ്ടി ആരോ കയറി മേഞ്ഞു. ഇല്ല സാർ, അത് ഞാൻ എന്റെ അറിവോടുകൂടി തന്നെയാണ്. അപ്പൊ എനിക്ക് നിങ്ങളാണ് ഉത്തരവാദി. അപ്പൊ നമ്മൾ എങ്ങനെ വലിയ ഒരു പ്രസ്ഥാനമായ ഇഗ്നോയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? ഇല്ല. നമ്മളാണ് നമ്മുടെ അജ്ഞത മറ്റുള്ളവർ മുതലാക്കുന്നു. അപ്പൊ നമ്മളാണ് ഓവർകം ചെയ്യേണ്ടത്. ഇനി പരിഹാരത്തിന് മുബാറക് മാഷിനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ വാട്സപ്പ് ചെയ്തോളൂ. താങ്കളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെ പബ്ലിക് പ്രസ്താവനകളാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ. സർ, ഒരു സംശയം കൂടി. മഞ്ജു മാം വന്നോളൂ. സർ, ഇപ്പൊ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് ഈ റിസോഴ്സസിൽ എന്ന് പറഞ്ഞില്ലേ സർ? അപ്പൊ അതില് നമ്മളുടെ കോഴ്സിന്റെ ആ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് അങ്ങനത്തെ. അപ്പൊ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ഇപ്പൊ കടക്കാം. എന്തായാലും മഞ്ജു മാം ചോദിച്ച ആ ഒരു മേഖലയിലേക്ക് നിലവിലുള്ള അംഗങ്ങളെ വെച്ച് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ തയ്യാറായിക്കോളൂ. എല്ലാവരും എഴുതിയെടുക്കാൻ തയ്യാറായിക്കോളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? സ്റ്റുഡന്റ് ഇഗ്നോയുടെ ടാബിലെ ഹോം പേജിൽ നാലാമത്തെ ബട്ടൺ, ഇഗ്നോയിലെ ഹോം പേജിലെ നാലാമത്തെ ബട്ടൺ സ്റ്റുഡന്റ് സപ്പോർട്ട്. ആ സ്റ്റുഡന്റ് സപ്പോർട്ടിലെ സ്റ്റുഡന്റ് സോൺ, നേരത്തെ ഉള്ളത് ഒന്നും കൂടി ഓർത്താൽ മതി. സ്റ്റുഡന്റ് സോൺ. ആ സ്റ്റുഡന്റ് സോണിലെ 9ാമത്തെ വരി 3ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ, ലാസ്റ്റ്. ഓക്കെ, ഒടുക്കം, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. പക്ഷെ കോടികളാണ് അതിന്റെ അകത്തുള്ളത്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഓക്കെ, അതായത് 9x3 എന്ന് എഴുതിക്കോളൂ. 9ാമത്തെ വരി 3ാമത്തെ കോളത്തിലെ ലാസ്റ്റ് ഉള്ള വൺ ലൈബ്രറി ഓൾ ഓഫ് ഇന്ത്യ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എഴുതിയെടുത്തോളൂ. 9x3 നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. അതിനെ പറ്റിയാണ് ഇനി നമുക്ക് വിശദീകരിച്ച് പറയാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു 12 എണ്ണം. അതിൽ ഏറ്റവും പ്രാധാന്യം, ഇതുവരെ നമ്മൾ സ്വയംപ്രഭ ചാനലിലെ വീഡിയോസ് നോട്ട്സ് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് റാങ്ക് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ള വീഡിയോ പരമ്പര ഇപ്പൊ നോട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോപ്പ് റാങ്ക് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ള വീഡിയോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു സീരീസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അതിലാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. 9x3 വൺ ലൈബ്രറി ഓൾ ഓഫ് ഇന്ത്യ. അതായത് അതിൽ ആ വണ്ണും ആൾ ഓഫും എടുത്തു കളയൂ. 1 എന്നുള്ളതും ഓൾ ഓഫും എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളത് ലൈബ്രറി ഇന്ത്യ, ഇന്ത്യൻ ലൈബ്രറി. കോടിക്കണക്കിലെ ഇൻഫർമേഷൻ റിസോഴ്സസ് ഉള്ള ഇന്ത്യൻ ലൈബ്രറിയിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ പോകാം, ക്ഷീണിതരായി തിരിച്ചു വരാം. പക്ഷെ നല്ല ആർട്ടിഫിഷ്യൽ
വളരെ മനോഹരമായ നല്ല ഒരു എസ്തറ്റിക് സെൻസോടുകൂടി മനോഹരമായി അല്ലെങ്കിൽ മനോഹാരിതയോടുകൂടി അതിന്റെ അകത്തേക്ക് വളരെ ഭംഗിയായി നമ്മൾ ചിട്ടയോടുകൂടി പോയാൽ, ഓർഗനൈസേഷൻ പവറോടുകൂടി പോയാൽ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി വിചക്ഷണന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു നൂലുണ്ട, ഒരു നൂലുണ്ടയിൽ നിന്ന് നൂല് അഴിച്ചെടുത്ത് മനോഹരമായ ചിത്രപ്പണി ചെയ്യുന്നത് പോലുള്ള മനോഹരമായ ഒരു പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ. നിർവചനമാണ്. ഒരു നൂലുണ്ടയിൽ നിന്ന് നൂല് വലിച്ചെടുത്ത് മനോഹരമായ ഒരു തൂവാലയിലോ പില്ലോ കവറിലോ നല്ല മനോഹരമായ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ഹൃദയമോ എന്നിട്ട് കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്കാനോ ചെയ്യുന്ന ആ ഒരു മനോഹരമായ ആ ഒരു ചിത്രപ്പണിയില്ലേ, അത്രയും മനോഹരമായ ഒരു പണിയാണ്. അത്രയും കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസം. അല്ലെങ്കിലോ എല്ലാം നൂലും ചുറ്റിപ്പിണഞ്ഞ് ആകെ ഇങ്ങനെ ആയിട്ട് ചുറ്റിപ്പിണഞ്ഞ് വല്ലാണ്ട് ഒരു അവസ്ഥയിൽ കിടക്കും. ഈ വല്ലാണ്ടിരിക്കുന്ന അവസ്ഥയെ നേരെയാക്കാൻ 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ജീവിതത്തിൽ 1ാം ക്ലാസ് മുതൽ കണക്ക് പഠിക്കുന്നത് സോൾവ് ദി പ്രോബ്ലം എന്നാണ്. ലഘൂകരിക്കുക എന്നാണ്. നമ്മൾ എല്ലാം ലഘൂകരിക്കാൻ വേണ്ടിയാണ് നമ്മെ മാത്സ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. പർവ്വതീകരിക്കുകയല്ല, ലഘൂകരിക്കുകയാണ് വേണ്ടത്. അവിടെ ഒരു ഓർഗനൈസേഷൻ സ്കിൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ നമ്മുടെ മുമ്പിൽ വരണം. അപ്പോ ലൈബ്രറി ഇന്ത്യയിലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റഡി അറ്റ് ഹോം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. സ്റ്റഡി അറ്റ് ഹോം, അതിന്റെ ചുവട്ടിൽ 7 സുപ്രധാനമായ ലിങ്ക് ഉണ്ട്. ആ 7 ലിങ്കില് ആദ്യത്തെ 2 ലിങ്ക് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ചിലപ്പോൾ അവസാനത്തെ 4 എണ്ണമായിരിക്കും നമുക്കുള്ളത്. ആ 7 ലിങ്ക്, അതിൽ 1ാമത്തെ ലിങ്ക് നിങ്ങളുടെ കുട്ടികൾക്കുള്ളതാണ്. അമ്മയും അച്ഛനും മകനും മകളും മരുമകളും എല്ലാവരും ഇരുന്ന് പഠിക്കാനുള്ളതാണ് ലൈബ്രറി ഇന്ത്യ. അതിന്റെ അകത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രീ പ്രൈമറി കുട്ടികൾ മുതൽ +2 വരെ ഉള്ള കുട്ടികൾക്ക് സ്കൂൾ എന്ന് പറയുന്ന 1ാമത്തെ ടാബ്, CBSE ICSE വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 2ാമത്തെ ടാബ്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പോളിടെക്നിക് ITI മുതൽ ITI ITC പോളിടെക്നിക് NCVT പിന്നെ നമ്മളുടെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ MTech വരെ, അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ വരെ. 3ാമത്തത് എഞ്ചിനീയറിംഗ്. 4ാമത്തത് സയൻസ് മെഡിക്കൽ എന്നുള്ള വിഭാഗത്തിലെ എല്ലാ കോടിക്കണക്കിലെ ഇൻഫർമേഷൻസ് ആണ് ഓരോന്നിലും ഉള്ളത്. സയൻസ്, അതിലെ BSc മാത്സും നമുക്ക് കിട്ടും, എൻവയോൺമെന്റൽ സയൻസും നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. എല്ലാം 4ാമത്തതിൽ കിട്ടും. 5ാമത്തത് ഹ്യൂമാനിറ്റീസ്, എല്ലാ സോഷ്യൽ സയൻസ് ഐറ്റംസും ഹ്യൂമാനിറ്റീസ് ഐറ്റംസും നമുക്ക് ഇതിന്റെ അകത്തേക്ക് കൃത്യമായി കിട്ടും. ഒരു 40 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റും. പക്ഷെ സമയം അനുവദിച്ചാൽ അപ്പൊ നിങ്ങൾ പറയും, അല്ലെങ്കിൽ എന്റെ വീഡിയോയുടെ ചുവട്ടിൽ വന്ന് ബുദ്ധിമാന്മാർ, ഞാൻ ആ വാക്കാണ് പറയുന്നത്, ബുദ്ധിമാന്മാർ, അവരൊക്കെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരാണ്, റാങ്ക് ഹോൾഡേഴ്സ് ആണ്. താഴെ വന്ന് അവർ കമന്റ് ചെയ്യും, ഈ കിളവൻ എന്താണ് പുലമ്പുന്നത് എന്ന്. എന്നെ സത്യത്തിൽ ഹർട്ട് ചെയ്തിട്ടുണ്ട് ആ വാക്ക്. അതുകൊണ്ടാണ് ഞാനത് വളരെ രസകരമായി അത് വീണ്ടും വീണ്ടും അയാൾ കേൾക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ അതിന്റെ അകത്ത് ആഴത്തിൽ നമുക്ക് കിട്ടും. ഡിഗ്രി തലം മുതൽ PhD തലം വരെ എല്ലാ ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങളും ആർച്ചീവായിട്ടും ലൈവായിട്ടും ഷെഡ്യൂൾഡ് ആയിട്ടുമുള്ള ക്ലാസുകൾ, അതായത് അപ്കമിങ് ക്ലാസസ്, കറണ്ട് ക്ലാസസ്, ആർച്ചീവ്ഡ് ക്ലാസസ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് കിട്ടും. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ 3 നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. നാളെ നടക്കാൻ പോകുന്നത്, അപ്കമിങ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, കറണ്ട്, കഴിഞ്ഞു പോയത്, ആർച്ചീവ്ഡ്, ഈ 3 ഇൻഫർമേഷനും നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. 5ാമത്തതിലെ ഹ്യൂമാനിറ്റീസ്. 6ാമത്തതിലെ ലിറ്ററേച്ചർ, സാഹിത്യലോകം. അവിടെ ഇംഗ്ലീഷ് മുതൽ
ഉറുദു, സാൻസ്ക്രിറ്റ് വരെ എല്ലാ സംഭവവും നമുക്ക് അതിന്റെ അകത്തേക്ക് വരും. ലിറ്ററേച്ചർ 6. കുമാരനാശാന്റെ കവിതകൾ അതിന്റെ അകത്തേക്ക് പൊക്കോളം ഉണ്ട്, ഞാൻ കണ്ടതാണ്. എല്ലാ ഭാഷയിലും അതിന്റെ അകത്തുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്നതും ഇതുവരെ ലിപി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭാഷയുടെ അടക്കം ഇൻഫർമേഷൻസ് അതിന്റെ അകത്തുണ്ട്. ലിപി ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ സംഗീതമുണ്ട്, അതും അതിന്റെ അകത്തുണ്ട്. എല്ലാം നമുക്ക് അതിന്റെ അകത്തേക്കുണ്ട്. 7ാമത്തത് വളരെ സുപ്രധാനമായ ലോ ആൻഡ് മാനേജ്മെന്റ്, രണ്ടിനെയും ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ലോ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ കൊമേഴ്സ് വിഭാഗം, മാനേജ്മെന്റ് വിഭാഗം, ബിസിനസ് സ്റ്റഡീസ് വിഭാഗം എല്ലാം ലോ എന്നുള്ളതെല്ലാം ഈ 7ാമത്തെ ലിങ്കിലാണ് ഉള്ളത്. അത്രയും ബൃഹത്തായ പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കോടിക്കണക്കിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്. അതിലെ നമുക്ക് ആവോളം മതിയാവോളം നമുക്ക് വാരിക്കോരി നമുക്ക് രുചിക്കാം. ആ രുചിയിലൂടെ നമുക്ക് പുതിയ അനുഭവങ്ങൾ സ്വായത്തമാവുകയാണ്. ആ അനുഭവങ്ങൾ ജീവിതത്തിന്റെ അംശമാക്കി നമ്മൾ മാറ്റുകയും നാളെ ഒരു നൂതനമായ സന്ദർഭത്തിൽ നമ്മൾ അത് പ്രയോഗിക്കുകയും അങ്ങനെ നമ്മളിലൂടെ കുറച്ചു പേർ നന്നാവുകയും. അപ്പൊ നമ്മൾ നന്നാവണം, ആദ്യം നമ്മൾ നന്നാവണം, നമ്മൾ അറിയണം. നമ്മളിലൂടെ കുറച്ചു പേർക്ക് ചില ഇൻഫർമേഷൻസ് കൊടുക്കുകയും അങ്ങനെ അവർക്ക് അത് ജീവിതത്തിൽ ചില പുണ്യമായി മാറുകയും അത് അടുത്ത തലമുറയിലേക്ക് പോവുകയും അങ്ങനെ ഉള്ള ഒരു മെന്ററായി മാറാൻ നമുക്ക് എല്ലാവർക്കും ജഗദീശൻ കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര തന്നെയാണ്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ? കയ്യിൽ സ്വർണം വച്ചിട്ട് വെറുതെ കുറ്റപ്പെടുത്തി നടക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റേ ബാങ്കിൽ പോയിട്ട് പലിശക്ക് കടമെടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കയ്യിൽ നിങ്ങളുടെ കയ്യിൽ വലിയ റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സ് കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ തന്നിട്ടുമുണ്ട്. കേവലം നാമമാത്രമായ ഫീയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ആ ഫീക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നു. പക്ഷെ എന്താണ് ഒരു ചെറിയ ദോഷം? അവരാരും വന്ന് നമ്മളോട് ഇതുപോലെ പറയുന്നില്ല എന്നുള്ള ഒരു ചെറിയ വിഷമമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. ആ വിഷമം എനിക്കും ഉണ്ട്. അവരാരും നേരിട്ട് വന്ന് നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ സത്യത്തിൽ അവർ പറയുന്നുണ്ട്. അതാണ് എന്റെ അടുത്ത പോയിന്റ്. സത്യത്തിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പതാ ടിവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സിലാണ്, ടിവിയിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. എക്സ് എന്നുള്ള ചാനലിൽ ഇന്ന പ്രോഗ്രാം നടക്കുന്നു, വൈ എന്നുള്ള ചാനലിൽ ഇന്ന പ്രോഗ്രാം നടക്കുന്നു, ഇസഡ് എന്നുള്ള ചാനലിൽ മറ്റൊരു പ്രോഗ്രാം നടക്കുന്നു. പക്ഷെ നമ്മൾ വേറെ ഒരു പ്രോഗ്രാമിലാണ്. പക്ഷെ അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ അധികാരമില്ലല്ലോ. അതുപോലെ നമ്മൾ ചിലത് ശ്രദ്ധിച്ചിട്ടില്ല, അവിടെ നമ്മളുടെയാണ് പിഴവ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഊന്നൽ കൊടുക്കേണ്ട മേഖലയിൽ കൃത്യമായ ഊന്നലുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലേക്ക് മറ്റവരാരും വരില്ല, നമ്മൾ തന്നെ ഇറങ്ങിച്ചെല്ലണം. അതിനുള്ള വലിയ കൈത്താങ്ങ് എന്നാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാരുടെയും കൂടി സഹായത്താൽ, നമ്മുടെ ദീപിക മാം, നമ്മുടെ മഞ്ജു മാം, നമ്മുടെ മുബീന മാം, അതുപോലെ തന്നെ നമ്മുടെ അനീഷ മാം, ഇങ്ങനെ പല 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 പേര് പറയാത്ത ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാം, നമ്മുടെ റിയാസ്, തിരുവനന്തപുരത്തിലെ റിയാസ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിലെ മനോഹരമായ ക്ലാസ്സുകൾ എംനോട്ട്സിലൂടെ നമ്മൾ കൊടുക്കുന്നു. ഇനിയും പുതിയ പുതിയ റിസോഴ്സ് നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. നമ്മൾ അത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും. അത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ കൈത്താങ്ങ് നൽകുകയാണ്. ഇനി അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളിലെ ക്ലിപ്തപ്പെടുത്തിയിട്ട് ഞാൻ കുറച്ച് ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ആരെങ്കിലും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. യെസ്, ചോദിച്ചോളൂ. ഹലോ സർ. ചോദിച്ചോളൂ മിസ്. ഞാൻ സഹദ, മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം കോണാമ്പാറ. ഓക്കെ, എവിടെയാണ് അത് വരുന്നത്? മലപ്പുറം ജംഗ്ഷനിൽ, മലപ്പുറം അങ്ങാടി തന്നെയാണ്. ഓക്കെ, ടൗണിൽ തന്നെ അല്ലെ? KSRTC അടുത്ത് തന്നെയാണോ? അവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഒന്ന് ഫേസ് തന്ന് സംസാരിച്ചാൽ വിരോധമുണ്ടോ?
ഇല്ല ഇല്ല. എന്നാ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ 2021 എക്കണോമിക്സിന് PGക്ക് അഡ്മിഷൻ എടുത്തതാണ്. MEC ബുക്സ് MEC. ഓക്കെ, ഏതാണ് സ്റ്റഡി സെന്റർ? PSM ആണ് സ്റ്റഡി PSM. സെന്റർ. ഓക്കെ. അപ്പൊ ബുക്സ് വന്നതില് 105 പകരം 205 വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് സ്റ്റഡി സെന്ററിലെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ബുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വടകരയിൽ അന്വേഷിച്ച് നോക്കിയാലും അവർക്ക് അതിനെ കുറിച്ച് അറിയുണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഗ്രൂപ്പിലൊന്നും ആർക്കും അറിയില്ല അതെന്താണ്. 105 ബുക്ക് ശരിക്കും ഞങ്ങൾക്കുള്ള പേപ്പർ, പക്ഷെ അതിൽ വന്നത് 205. ഓക്കെ, ഈ വിഷയം നമ്മൾ നേരിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ചാറ്റ് ചെയ്തു, പക്ഷെ റിപ്ലൈ കിട്ടിയില്ല. ഞാനത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചു. അപ്പൊ ഞാൻ എന്താണ് ഉത്തരം തന്നത്? റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ലേ? ഒരു റിപ്ലൈയും കിട്ടിയില്ല. ഞാൻ വീഡിയോസിന്റെ അടിയിലൊക്കെ റിപ്ലൈ കിട്ടിയിരുന്നു. ഓക്കെ, വീഡിയോസിന്റെ അടിയില് എന്റെ അടുത്ത് പേഴ്സണലി വാട്സാപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റിപ്ലൈ തന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഈ പൊതു സദസ്സിൽ വെച്ച് ഞാൻ റിപ്ലൈ തരുന്നു. ആർ യു ഹാപ്പി? ഉത്തരം കിട്ടിയാൽ ഓക്കെ. താങ്കളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നു, പിന്നെ ചെയ്തിട്ടില്ല. അതിൽ 105 എന്നാണോ 205 എന്നാണോ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തിയോ? ഇല്ല, നോക്കിയിട്ടില്ല. ആണ് പ്രശ്നം. പക്ഷെ അഡ്മിഷൻ എടുത്ത സമയത്ത് 105 ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ 105 എന്നുള്ളതിന്റെ പ്രൂഫ് ഉണ്ടോ? ഉണ്ട്. അഡ്മിഷൻ എടുത്ത അതാണ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. അതിൽ 105 എന്നുണ്ടോ? ആണ്. മെയിൽ വന്നതൊക്കെ 105 ആണ്. 105 എന്നുള്ളതിന്റെ ടൈറ്റിൽ കോഡ് അവിടെ ഇരിക്കട്ടെ. അതിന്റെ വിശദീകരണം എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ദ കോഴ്സ് എന്താ നോക്കണം. നോക്കിക്കോളൂ, നോക്കിട്ട് വരൂ. ഓക്കെ, നോക്കിട്ട് വരൂ. വന്നിട്ട് ഇടയ്ക്ക് ഇന്റർഫർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനുണ്ട് കൂടെ, ഡോണ്ട് വറി. അടുത്ത ഒരാൾ അവര് മെറ്റീരിയൽസ് എടുത്തിട്ട് വരട്ടെ. അടുത്ത ഒരാൾ സംസാരിച്ചോളൂ. സർ, ഇപ്പൊ പഠന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പൊ സാധാരണ അവര് പറയണ്ടായി. അപ്പൊ അത് BAEGH ഇപ്പൊ ഞാൻ പുതിയതായിട്ട് എടുത്തത്, അത് വല്ല ഗ്രൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും? അതായത് ഇപ്പൊ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് മഞ്ജുള മാം? അത് സ്റ്റഡിയാണ്. ഇപ്പൊ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉണ്ട്. അതായത് പ്രിൻസിപ്പാളുടെ റൂമിലെ നോട്ടീസ് ബോർഡിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ക്ലാസിന്റെ അകത്തേക്ക് പോകാറായിട്ടില്ല. ഇപ്പൊ പ്രിൻസിപ്പാളുടെ റൂമിലെ മുന്നിലുള്ള നോട്ടീസ് ബോർഡിലെ നമ്മുടെ M-Notes ടെലഗ്രാം ചാനലിലൂടെ ഇൻഫർമേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സാങ്കേതികമായി ചില ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ക്ലാസ് റൂമുകളൊക്കെ പൂട്ടി വച്ചിരിക്കുകയാണ്. ക്ലാസ് റൂമുകൾ സാങ്കേതികമായി പൂട്ടി വച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ ഇനിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ പെയിന്റ് പണിയും മറ്റതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സർ, ഇപ്പൊ ബാംഗ്ലൂരിലാണ്. ഇവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടുത്തെ M-Notesന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ M-Notesന്റെ കാര്യമാണ് പറയുന്നത്. താങ്കളെ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളുടെ കോഅഡ്മിന്മാരെല്ലാം ഉള്ള നമ്മുടെ ഗ്രൂപ്പാണ് സഹായിക്കുന്നത്. മറ്റത് അവർ പറയുന്നതൊന്നും ഞാൻ പറയേണ്ടതല്ല. അതൊക്കെ വലിയ കാര്യങ്ങള്. അവിടുന്ന് സഹായം കിട്ടാനുള്ള വഴിയില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെയാണ് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സർ, ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികളുടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ചോദ്യത്തിന് ഞാൻ ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഇക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ എന്നോട് നിങ്ങളുടെ നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുക്കുവോ? അതില്ല. അതേപോലെ തന്നെ തിരിച്ചും വൈസ് വേഴ്സ, റെസിപ്രോക്കൽ. നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ വേറെ ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല. അത് എന്നിലെ എത്തിക്സ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് റൂം പൂട്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ എഴുതി തരുന്ന ഓരോ മെസ്സേജിലും താഴെ ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു സത്യപ്രസ്താവന ഉണ്ടല്ലോ. ഒരാളുടെ സ്വകാര്യതയിലേക്കും പേഴ്സണൽ ഇൻഫർമേഷൻ, ഇവിടെ ഗ്രൂപ്പിലെ ചാറ്റില് നമ്മൾ ഫോൺ നമ്പർ പോലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. ഒരു റിലയബിലിറ്റി വേണ്ടേ, ഒരു വിശ്വസനീയത.
അത് മനസ്സിലായി. ആയിരക്കണക്കിന് കുട്ടികൾ ഡാറ്റകൾ മുബാറക് മാഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അതിങ്ങനെ വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല, അത് വലിയ വഞ്ചനയാണ്. സർ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിനെ സമീപിച്ചാൽ മതി. ഇതുവരെ സംഭവിക്കുന്നതെല്ലാം എന്താണ്? അങ്ങനെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ സർ, അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എവിടെ മോളെത്തിയോ? മറ്റേ കുട്ടി എത്തിയോ? എത്തിയോ സഹദ? 205 ഇന്ത്യൻ എക്കോണമി പോളിസിയാണ് വന്നിട്ടുള്ളത്. മറ്റതും 105 ഇന്ത്യൻ എക്കോണമി പോളിസി തന്നെയാണ്. അപ്പൊ ഉത്തരം കിട്ടിയില്ല എല്ലാ കുട്ടികൾക്കും? അതില് കണ്ടന്റ് ഒക്കെ ഒരു തന്നെ ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ രണ്ട് വാക്ക് ഞാൻ പറയുന്നു. സ്റ്റഡി സെന്ററുകാർ പറഞ്ഞു റീജിയണൽ സെന്ററിൽ ചോദിച്ചാൽ പോലും ഇതാണ് ഉത്തരം പറയുക. എത്ര വലിയ ആരോപണമാണ്! ആ സ്റ്റഡി സെന്ററുകാർ അങ്ങനെ പറയാവോ? എത്ര വലിയ ആരോപണമാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. റീജിയണൽ സെന്ററിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ അവർക്കറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാ പോരെ? എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നോ? ഞാൻ എന്താ ചെയ്തത്? സമയം തന്നു, പബ്ലിക് പ്ലാറ്റ്ഫോം, റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് പോയി എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. സമയം ഞാൻ അനുവദിച്ചു അല്ലേ? സമയം ഞാൻ അനുവദിച്ചു. എന്നിട്ട് താങ്കൾ വന്നു. താങ്കൾ വന്നപ്പോ ചിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ കണ്ടപ്പോഴേ എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ 105-ലും 205-ലും അല്ല കാര്യം, മറിച്ച് കണ്ടന്റിലാണ് കാര്യം. പക്ഷെ അസൈൻമെന്റ് പേപ്പറിൽ വന്നില്ല, രണ്ടും ഉണ്ട്. എന്തുണ്ട്? അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വന്നതിൽ 105 എന്നുണ്ടാവും, 205 എന്നുണ്ടാവും. നിങ്ങൾക്കെന്താ ഏത് എഴുതേണ്ടത്? അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് FST എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ST എന്ന് മാത്രം പറഞ്ഞിരുന്നു. പേരിൽ കാര്യമില്ല. FHS എന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അത് BSHF എന്നാക്കി മാറ്റി. അപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷനിൽ എന്താണ് ഉള്ളത്? എന്റെ പൊന്ന് ഹബീബ് സഹദ, നിങ്ങളുടെ രജിസ്ട്രേഷനിൽ എന്താണ് ഉള്ളത്? 105 ആണുള്ളത്. നിങ്ങളുടെ വീട്ടിലെ നമ്പർ എത്ര? എത്രയോ ആയിക്കോട്ടെ, XX. ആ നമ്പർ അല്ലേ നിങ്ങൾ എഴുതാവൂ. അടുത്ത വീട്ടില് ഇന്ന നമ്പർ എഴുതുന്നു, ഞാൻ ആ നമ്പർ എഴുതോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി ആ പേപ്പറിനെ പറ്റി എന്താണ് തന്നിരിക്കുന്നത്? 105 എന്നാണോ 205 എന്നാണോ തന്നിരിക്കുന്നത്? 105 ആണ് തന്നിട്ടുള്ളത്. അത്രയും നിങ്ങൾ എഴുതണ്ടു. നിങ്ങൾ നിങ്ങളുടെ ശരി ചെയ്യുക, യൂണിവേഴ്സിറ്റിയുടെ ശരി ചെയ്തു. ഇത് രണ്ടും ഒന്നാണെന്ന് പറയാൻ മുബാറക് മാഷ് വേണ്ടി വന്നു ഇത്ര കാലത്തിന് ശേഷം. താങ്ക് യു. അപ്പൊ എത്ര കുട്ടികൾക്കാണ് ഇതിന്റെ ഗുണം? ഒരുപാട് കുട്ടികൾ. ഗ്രൂപ്പിൽ ഫുൾ സംശയമാണ്, എല്ലാരും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും MNotes-ലെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാട്സപ്പ് എനിക്ക് അയക്കാൻ പറയൂ, ആ സ്ക്രീൻഷോട്ട്. 10 പൈസയൊന്നും വേണ്ടേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കീപ് ഇറ്റ്. അടുത്ത ആള് പറഞ്ഞോളൂ. ആർക്കും ചോദ്യങ്ങളില്ലേ? മിസ് ശരണ്യ, ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ പഠന പ്രവർത്തനം. എല്ലാവരും എഴുതിയെടുത്തോളൂ. ന്യൂ കമേഴ്സ്, 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours എഡ്യൂക്കേഷണൽ പർപ്പസ്. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. വായന, എഴുത്ത്, ടിവിയിലെ ന്യൂസ് കാണലല്ലോ, നമ്മുടെ ഇഗ്നോയിലെ പഠന പ്രവർത്തനം, ഈ ഗ്യാൻ ഘോഷ്, അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ആകാശവാണി പോലെ ഗ്യാൻ വാണിയുണ്ട്, ദൂരദർശൻ പോലെ ഗ്യാൻ ദർശൻ ഉണ്ട്. ഇതെല്ലാം നോക്കി പഠിക്കുന്നതാണ്. 30 മണിക്കൂർ പഠിച്ചാൽ അത് 1 ക്രെഡിറ്റ്. പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ എഴുതുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എല്ലാം ഉൾപ്പെടും. പഠന പ്രക്രിയയിൽ ഇതൊക്കെ ഉണ്ടല്ലോ.
എഴുത്തുണ്ടല്ലോ, വായനയുണ്ടല്ലോ, പറച്ചിലുണ്ടല്ലോ, കേൾക്കലുണ്ടല്ലോ. ഇതൊക്കെ ക്രെഡിറ്റിൽ ഉൾപ്പെടും. 1 credit equal 30 hours educational activities. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരുമ്പോ വന്നാ മതി, കുഴപ്പമില്ല. അടുത്തൊരാൾ. അടുത്ത ഒരാൾ. യെസ്, പറഞ്ഞോളൂ. ഹലോ, ആർക്കും ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടുള്ള ടൈമായി. ചോദ്യങ്ങൾ എന്റെ മുമ്പിൽ 80 എണ്ണം ഉണ്ട്. ആർക്കും ഒന്നും പറയാനില്ല എങ്കിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സാർ വൈൻഡ് അപ്പ് ചെയ്താൽ ഞങ്ങൾ പോയി തരും, അത്ര തന്നെ. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പങ്കാളിത്ത പറഞ്ഞോളൂ. ദീപിക മാം. നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ, യൂണിറ്റ് വൈസോ അങ്ങനെ എന്താ പറയുക ലെസൺ വൈസോ ഒന്നും. അപ്പൊ പിന്നെ നമ്മള് ഈ അസൈൻമെന്റ് ഇപ്പം 30th ആണല്ലോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, April 30th. വേണമെങ്കിൽ ഒരു സ്വകാര്യം പറയാം, ഒരു 10 മാസത്തേക്ക് നീട്ടും. അതറിയാം, പക്ഷെ എന്നാലും ഈ സ്റ്റാറ്റി ഒക്കെ മറ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് റെഫർ ചെയ്തിട്ട് എഴുതാലോ. ക്ലാസ് തരേണ്ടതാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഡൗട്ട്. COVID-19, ഓമിക്രോൺ, ഇനി 4ാം തരംഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 4ാം തരംഗത്തെ 3ാം തരംഗം ഇപ്പൊ ഒരു വഴിക്ക് വന്ന് പോയി, സ്കൂളുകളൊക്കെ തുറന്നു. ഇനി 4ാം തരംഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിൽക്കുന്നു. മറ്റേ ഉക്രൈൻ എന്താവോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇടയിലുള്ള ചിന്താഗതികള്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ യൂണിറ്റിൽ നമുക്ക് ശ്രമിച്ചൂടെ ദീപിക മാം? പക്ഷെ സ്റ്റാറ്റി ഒരു കോൺഫിഡൻസ് ഇല്ല സർ. സ്റ്റാറ്റി കോൺഫിഡൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നാലോ? സാറല്ലേ ഇത്? അല്ല, വേറെ ആളുകളുണ്ട്, നമുക്ക് നോക്കാം. മറ്റ് തിയറി പേപ്പേഴ്സ് പോലെ അല്ലല്ലോ ഇത്, കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതെ. നമുക്ക് പാരാമീറ്റേഴ്സ് കൃത്യമായി വെച്ച് അളക്കേണ്ട സംഗതികളാണ് അത്. ബൈവേരിയേറ്റും ട്രൈവേരിയേറ്റും ഒക്കെ വേണ്ടതാണ്. അതിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ മറ്റ് പേപ്പേഴ്സ് നമ്മൾ അനോവ വരെ ഉള്ളതാണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ, ഇസഡ് ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമുക്ക് ചെയ്യാം. അനോവ വരെ എല്ലാം ഭംഗിയാക്കാം. സിമ്പിൾ, നമുക്ക് സിമ്പിൾ ആക്കാം മിസ്. ഓഗസ്റ്റില് വരും. അധികപക്ഷം നിങ്ങളുടെ എക്സാം ഓഗസ്റ്റില് വരും. നമുക്ക് അതിന് മുമ്പ് എടുക്കാം. നമുക്ക് 7 മാസം 6 മാസം ഉണ്ടല്ലോ. പക്ഷേ റിസർച്ച് മെത്തേഡ്സും സ്റ്റാറ്റിയും മെയിൻ ആണ്. അത് പാസ്സായാലേ സെക്കൻഡ് ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 2 ഇമ്പോർട്ടന്റ് ആണ്, 5ാമത്തെയും 6ാമത്തെയും പേപ്പർ. അതെ, അപ്പം അതുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്താലല്ലേ നമുക്ക് എം നോട്ട്സിലൂടെ കുറച്ചും കൂടി ശാക്തീകരിക്കാൻ നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മൈൻഡിൽ ഇല്ലാതില്ല, നമുക്കത് ഭംഗിയാക്കാം. ഓക്കെ, എന്തായാലും ദീപിക മാമിന് ഞാനൊരു ഉറപ്പ് തന്നില്ല എന്ന് വേണ്ട. അതിനൊക്കെ പുലികളായ നിങ്ങളുണ്ടല്ലോ, പെൺപുലികളും ആൺപുലികളും നമ്മുടെ ഇടയിലുണ്ട്, അത് വിഷമിക്കാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പ്രോഗ്രാം ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു 2 പേര്, ഇതുവരെ സംസാരിക്കാത്ത 2 പേര് ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഒരു അഭിപ്രായം പറയുക. എന്നിട്ട് ഒരാള് നന്ദി അറിയിക്കുക, യോഗം അവസാനിപ്പിക്കാം. മിസ് യമുന സന്തോഷ്, ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഒരു അവലോകനം പറയൂ. ക്ലാസ് നന്നായിരുന്നു. ഞാൻ ഫെബ്രുവരിയിലാണ് ഒന്ന് ഫേസ് തന്ന് സംസാരിക്കുന്നതിൽ പ്രയാസമുണ്ടോ? ഒരു റാപ്പോ ഡെവലപ്മെന്റ്. ഓക്കെ, പറഞ്ഞോളൂ. യെസ് സാർ, ഞാൻ ഫെബ്രുവരി 9ാം തീയതിയാണ് അഡ്മിഷൻ എടുത്തത്. എനിക്ക് ID കാർഡൊന്നും കിട്ടിയില്ല, എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല. ഏതാണ് പ്രോഗ്രാം? MSW കൗൺസിലിംഗ്. ഓക്കെ, ഉടൻ തന്നെ വരും, ബേജാറാകണ്ട. ഇനിയേ വരുള്ളൂ സാറേ അത്? വരും. വരാനുള്ള ടൈമുകൾ ഉണ്ടല്ലോ.
ബേജാറാകണ്ട. ഫെബ്രുവരി 9 അല്ലേ? 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 2 മാസം ഇനിയും വെയിറ്റ് ചെയ്യണം. തീ വരും. യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഞാനുമായിട്ട് വാട്സപ്പിൽ ബന്ധമുണ്ടോ? ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ സൊല്യൂഷൻസ് തരാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ഒരാൾ ശരണ്യ പ്രകാശ്. ശരണ്യ പ്രകാശ് പറഞ്ഞോളൂ, 2 വാക്ക്. ഹലോ. യെസ്, ലക്ഷ്മി SM പറഞ്ഞോളൂ. മുന ജംഷാദ്, ആർക്കും ഒന്നും പറയാനില്ലേ? ആർക്കും ഒന്നും പറയാനില്ല? സർ, അറ്റൻഡൻസ് സ്കൂളിൽ ആരും വരുന്നില്ല, അവർക്കൊക്കെ ഒരു വൈക്ലഭ്യം. അപ്പോ മിസ്റ്റർ സജീവ് ആ ഒരു കരുത്തോടു കൂടി എല്ലാവർക്കും ഒരു ഊഷ്മളമായ നന്ദി അറിയിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിക്കൂ. മിസ്റ്റർ സജീവ്, I cordially inviting to deliver the vote of thanks. സജീവ്, സജീവ് ഇവിടെ ഇല്ലേ? ഓക്കെ, then മിസ് മഞ്ജുള മാം ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിക്കോട്ടെ. അനുഭവം കൂടി പറയൂ, ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഭവം. ഹലോ. പറഞ്ഞോളൂ, ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഭവം പറഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സില്. ഓക്കെ. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടി, വളരെ ഉപകാരപ്രദമായിരുന്നു. അതിന് സാറിന് നന്ദിയുണ്ട്. എക്സ്പെക്ട് ചെയ്ത ഒരുപാട് പരിപാടികൾ, വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഇനിയും കുറച്ചും കൂടി പ്രിപ്പയർ ആയിട്ട് വന്നാൽ ഇനിയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് എന്റെ അനുഭവം ഇന്നത്തെ. കാരണം പെട്ടെന്നുള്ള ഒരു ഇതിലാവുമ്പോ ആദ്യത്തെ എക്സ്പീരിയൻസ് ആവുമ്പോഴത്തെ ഒരു ഇത്. പിന്നെ വളരെ വളരെ നന്ദിയുണ്ട് സർ. പിന്നെ ഡൗട്ട്സ് ചോദിച്ച എല്ലാവർക്കും ആ ഡൗട്ട്സ് ചോദിക്കുന്നത് കൂടെ ഞങ്ങൾക്കും ആ ഇൻഫർമേഷൻസ് കിട്ടുമായിരുന്നു. ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോ അതും നമുക്ക് ക്ലിയർ ആയിട്ട് വരികയാണ്. അതിന് വളരെ നന്ദിയുണ്ട് സർ. സർ എടുക്കുന്ന ഈ എഫേർട്ടിന്, ഞങ്ങൾക്കൊക്കെ തരുന്ന ഹെൽപ്പിന്, എപ്പോ വിളിച്ചാലും വോയിസ് നോട്ടായിട്ടും എങ്ങനെ ആയാലും സാറിന്റെ സഹായം കിട്ടുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് സർ. എല്ലാവർക്കും, ക്ലാസ് എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദി. നിങ്ങളെ കോ അഡ്മിനാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം ഈ ഗ്രൂപ്പിൽ അറിയിക്കുകയാണ്. കോ അഡ്മിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതൊക്കെ നമ്മള് ഗ്രൂപ്പില്, ടെലഗ്രാം ഗ്രൂപ്പില് പറയും കേട്ടോ. നമ്മുടെ ദീപിക മിസ്സും മഞ്ജു മിസ്സും ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, എല്ലാവർക്കും ഊഷ്മളമായി. ദീപിക മാം ഒന്ന് മഞ്ജു മാമിന്റെ നമ്പർ ഒന്ന് വാങ്ങിച്ചോളൂ. ഓക്കെ, ഓക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഹാവ് എ നൈസ് നൈറ്റ് പറയാൻ പറ്റുമോ അല്ലെ? ഓക്കെ, എല്ലാ ശുഭരാത്രി, ശുഭമുഹൂർത്തം ഉണ്ടാകട്ടെ. നല്ല നന്മ നിറഞ്ഞ ഒരു സായാഹ്നം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night. Good night.